കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ പേര് ബെഞ്ചമിൻ എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളിലേക്ക് നേരിട്ട് തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പെന്തിക്കോസ് കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ വീട് നിറച്ച് പാസ്റ്റർമാരാണ്. എൻ്റെ വല്യപ്പച്ചൻ ഒരു ശുശ്രൂഷകനായിരുന്നു. എൻ്റെ മമ്മിയുടെ ബ്രദർ ഒരു ശുശ്രൂഷകനായിരുന്നു. അങ്ങനെ എന്നെ ജനിച്ചപ്പോൾ മുതലേ ഒരു ഉപദേശി കുഞ്ഞായിട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ്. ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ ഹന്ന ശമൂവേലിനെ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നേർന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മാതാവും പിതാവും എൻ്റെ വല്യപ്പച്ചനും ഒക്കെ എന്നെ ദൈവസന്നിധി നേർന്നു അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നു. തീർത്തും ഒട്ടും സാധാരണ ആൾക്കാർ പറയുമല്ലോ എൻ്റെ ജീവിതം ആദ്യം മുതലേ ഭയങ്കര സംഭവ ബഹുലമായിരുന്നെന്ന്. പക്ഷെ ഏകദേശം ഡിഗ്രി കഴിഞ്ഞ് ബൈബിൾ കോളേജിൽ പോകുന്നത് വരെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ അസാധാരണമായി സംഭവിച്ചിരുന്നില്ല. അപ്പം ഓരോരുത്തർ ഇങ്ങനെ പ്രസംഗ മധ്യേ അവരുടെ അനുഭവമൊക്കെ പറയുമ്പം ഞാനിങ്ങനെ നിന്ന് പറയും, കർത്താവെ, എനിക്ക് പ്രത്യേകിച്ച് അനുഭവം ഒന്നും പറയാനില്ലല്ലോ. ഈവൻ എൻ്റെ അപ്പച്ചന്റെ ശിക്ഷണത്തിൽ ഞാൻ വളർന്നു വന്നു. അപ്പച്ചന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്നെന്ന് പറയുമ്പോൾ അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പഴയ തലമുറയിലുള്ള ആൾക്കാർക്ക് ഏകദേശം അറിയാൻ സാധിക്കും. പാസ്റ്റർ എം ജോർജ്, പാമല ജോർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു കഴിഞ്ഞ ജനറേഷനിലുള്ള ദൈവമക്കൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആണ് ഈ ദൈവമനുഷ്യൻ. അദ്ദേഹം എനിക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത ആദ്യത്തെ ഓർമ്മയുള്ള സർവീസിൽ തന്നെ അദ്ദേഹം എന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഇരുത്തി സൈഡിൽ ഒരു ചൂരവടിയും കൂടെ വെച്ചിട്ട് ഉണ്ടായിരുന്നു. എങ്ങാനും ഇടയ്ക്ക് കുസൃതി കാണിക്കുകയോ എഴുന്നേറ്റ് പോവുകയോ ചെയ്താൽ ചെറിയൊരു അടി തരാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്ട് സ്പിരിച്വൽ ഡിസിപ്ലിൻ വളർന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള തെറ്റുകളിലേക്കൊന്നും പോകാനായിട്ട് അവസരങ്ങളൊന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉപദേശി കുഞ്ഞായിട്ടാണ് വളർന്നു വന്നത്. എൻ്റെ 5.5-6 വയസ്സുള്ള സമയത്താണ് എനിക്ക് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും എനിക്കൊരു ഒരു ശരിക്കുള്ള ഓർമ്മയുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനില്ല. അപ്പൊ ഞാൻ ഓരോ ദൈവദാസന്മാര് വന്നിട്ട് പ്രസംഗം പറയുമ്പോഴും അവരുടെ അനുഭവ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ ഇങ്ങനെ മാറി നിന്ന് കർത്താവിനോട് വെറുതെ, എനിക്ക് മാത്രം പറയാൻ ഒരു അനുഭവം ഇല്ലല്ലോ, ഞാൻ ഇനി എവിടെയെങ്കിലും പ്രസംഗിക്കുകയാണെങ്കിൽ എൻ്റെ അപ്പച്ചന്റെ അനുഭവങ്ങൾ പറഞ്ഞ് പ്രസംഗിക്കേണ്ടി വരും, അതുകൊണ്ട് നീ എനിക്കൊരു അനുഭവം തരണേ എന്ന് ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതൊരു ഇച്ചിരി അപകടം പിടിച്ച പ്രാർത്ഥനയാണ്. നിങ്ങൾ ആരെങ്കിലും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇച്ചിരി സൂക്ഷിച്ച് പ്രാർത്ഥിക്കണം. കാരണം ഈ പ്രാർത്ഥനയ്ക്ക് കുറച്ച് കോൺസിക്വൻസസ് ഉണ്ടാവും. ദോ ദി എൻഡിങ് ഈസ് വെരി സ്വീറ്റ് ആൻഡ് ഹാപ്പി. നമ്മൾ ചിലപ്പോൾ ഒരു പ്രോസസ്സ് കൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് അധികം തന്നെ മകോരകളൊന്നും പറയാതെ എൻ്റെ ആ ഒരു ഇനീഷ്യൽ ഫേസ് ഞാൻ ഒന്ന് വേഗത്തിൽ കട്ടൗട്ട് ചെയ്യുകയാണ്. പക്ഷെ എന്നാൽ അതിനകത്തുനിന്ന് ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു, ഇപ്പോഴും ടീച്ചറാണ്. എനിക്ക് പക്ഷെ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ ഒരു പഠന വൈകല്യം ഉണ്ടായിരുന്നു ചെറുപ്രായത്തിലെ തന്നെ. അപ്പൊ ഞാൻ ഈ സ്കൂളിൽ എന്ത് എഴുതിയാലും തെറ്റിക്കും. വാട്ടർ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ എഴുതിയാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും. ഒരു സെന്റൻസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. എന്നെ അനലൈസ് ചെയ്ത സൈക്കോളജിസ്റ്റ് ഒക്കെ പറഞ്ഞു ഏകദേശം 70% ഡിസ്ലെക്സിക് ആണ്. ഇദ്ദേഹം എങ്ങനെ മുമ്പോട്ട് പഠിക്കും, വിദ്യാഭ്യാസം എങ്ങനെ നടത്തും എന്ന് വളരെ സാധ്യതകൾ കുറവാണ്. വിദ്യാഭ്യാസം എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളത് ആർക്കും ഒരു പ്രതീക്ഷയില്ല. പ്രത്യേകിച്ച് ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കുമോ എന്നറിയത്തില്ല എന്നിങ്ങനെ ഒരുപാട് കമന്റുകൾ എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ കേട്ടു. എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന അതേ സ്കൂളിലായിരുന്നു ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നത്. So let me tell you this, being a teacher's son in the same school is a very bad combination. നിങ്ങളുടെ സ്കൂൾ ലൈഫിലുള്ള എല്ലാ ഫ്രീഡത്തിന്റെ മേലും ഒരു ഭയങ്കര റെസ്ട്രിക്ഷൻ വരും. നിങ്ങൾക്ക് PT പീരീഡ് കളിക്കാൻ പോകാൻ പറ്റില്ല. നിങ്ങളുടെ അമ്മ വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് പറയും, നിനക്ക് വീട്ടിൽ മാത്സ് സംസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാനില്ലേ, കളിച്ചിരിക്കാതെ പോയി പഠിക്കാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് പിള്ളേരോട് വർത്താനം പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കണം. സോ ഓൾ മൈ സ്കൂൾ ലൈഫ് വാസ് ഷാഡോഡ് ബൈ മൈ മദേഴ്സ് പ്രസൻസ്.
in the same school. So please don't send your kids to the same school where the mother is a teacher. uh, that's a friendly advice. I hope my mother is not listening. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഇതിനകത്ത് ഒരു എൻ്റെ അമ്മയ്ക്കുണ്ടായ ഏറ്റവും ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് ഐ വാസ് സച്ച് എ ഡിസ്ലെക്സിക് സ്റ്റുഡൻറ്, എൻ്റെ ആൻസർ പേപ്പർ ഒരു കോമഡി ഷോ കാണുന്നത് പോലെയായിരുന്നു. ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ ബോർ അടിച്ചിരിക്കുമ്പോൾ അവർ പറയുന്ന പിന്നെ ബെഞ്ചമിന്റെ ഒരു ആൻസർ പേപ്പർ എടുത്ത് വായിച്ചാലും ഫുൾ മിസ്റ്റേക്സ് ആയിരിക്കുമല്ലോ, അപ്പൊ അത് വായിച്ച് അവർ ചിരിക്കുമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ കാരണം പലപ്പോഴും ആ സ്റ്റാഫ് റൂമിൽ തല കുനിച്ചിരിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ മാർക്ക് കാരണം. പക്ഷെ ഇന്ന് ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഹോൾഡറാണ്. ഏകദേശം 4000 പേര് ജോലി ചെയ്യുന്ന ഒരു MNCയിലെ ഇന്റർനാഷണൽ ഓപ്പറേഷൻസിന്റെ HOD ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എൻ്റെ വിദ്യാഭ്യാസത്തെ തകർക്കാൻ പിശാചിന് സാധിച്ചില്ല. ഡിസ്ലെക്സിയ എന്ന് പറയുന്ന പഠന വൈകല്യത്തിന് എന്നെ തൊടാൻ സാധിച്ചില്ല. ഏകദേശം 400 പേര് കൂടി വരുന്ന ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ കേൾക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് കൊടുക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ, നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ ഡെസ്റ്റിനിയെ ദൈവത്തിന് തിരിക്കാൻ പറ്റും. ആമേൻ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇന്ന് നിങ്ങൾ ഏത് ടൈം സോണിൽ നിന്ന് എപ്പോൾ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ലെറ്റ് മീ അഷ്യൂർ യു വൺ തിങ്, നിങ്ങളുടെ ലൈഫിനെ ദൈവത്തിന് 100% തിരിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എൻ്റെ ഓഫീസിലിരുന്ന്, എൻ്റെ ക്യാബിനിലിരുന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, എന്നെ ഈ ഓഫീസിലേക്ക് അപ്പോയിന്റ് ചെയ്തപ്പോൾ, എൻ്റെ ഈ ഓഫീസിലേക്ക് എന്നെ അപ്പോയിന്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യയുടെ കാര്യം നോക്കണ്ട, ബാക്കി 7 രാജ്യങ്ങളിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ പുറത്തുള്ള ആൾക്കാരുമായിട്ടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഒരു ഭാഷ കൊണ്ട് നടക്കത്തില്ല, പുറത്തുള്ള രാജ്യത്തിലുള്ള ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആമേൻ. അപ്പോ ആ പൊസിഷനിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എത്ര വിശ്വസ്തനാണ് ദൈവം. ആമേൻ. ഈ ഒരു കാരണവശാലും ഇങ്ങനൊരു സ്ഥാനത്തേക്ക് ദൈവം എന്നെ കൊണ്ടുവരുന്ന എൻ്റെ മാത്സിന്റെ, നിങ്ങൾക്കറിയാമോ, 9ാം ക്ലാസ്സില് 10th സ്റ്റാൻഡേർഡില് എൻ്റെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളില് സ്റ്റുഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് അവരെന്നെ ബോർഡ്സിന് ഇരുത്താൻ തയ്യാറായത്. ബിക്കോസ് നമുക്ക് ഈ 9ാം ക്ലാസ്സിൽ ഏകദേശം 10ാം ക്ലാസ്സിൽ ഏകദേശം 9 എക്സാം ഉണ്ട്, ഇൻക്ലൂഡിങ് 3 മോഡൽ പേപ്പേഴ്സ്. പ്ലസ് ഞങ്ങളുടെ സ്കൂളിലെ 10th ബോർഡ് എക്സാം എഴുതുന്ന CBSEയുടെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങൾ. സോ അവരുടെ ഭയങ്കര പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഈ ബാച്ചിൽ 100% വിക്ടറി വന്നാലേ അവർക്ക് അടുത്ത വർഷം മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ സ്കൂളിൽ അധികം പേരൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഉൾപ്പെടെ 11 പേരെ ഉള്ളായിരുന്നു. സോ ആരെങ്കിലും ഒരാള് തോറ്റാൽ തന്നെ ദ പെർസെന്റേജ് വിൽ ഡെഫിനറ്റ്ലി കം ഡൗൺ. യുനോ 10 പേരുള്ളതിൽ ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അന്നേരം തന്നെ വിക്ടറി പെർസെന്റേജ് 90% കട്ടായി. സോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ആശങ്കയായിരുന്നു. എൻ്റെ അമ്മ ആ സ്കൂളിലെ ടീച്ചർ ആയതെന്ന് ഒരൊറ്റ കാരണം, ഇതൊരൊറ്റ അഡ്വാൻറ്റേജാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ബോർഡ് എക്സാം എഴുതാൻ അവരെ സമ്മതിച്ചു. ഈ മാത്സ് എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ആയിരുന്നു. ഞാൻ മാത്സിന് 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാം ഉൾപ്പെടെ സ്കൂളിൽ നിന്നിട്ട 9 എക്സാമും ഞാൻ തോറ്റു. പക്ഷെ ഫൈനൽ ബോർഡ്സിൽ ഞാൻ ജയിച്ചു. എൻ്റെ സ്കൂളിൽ ഇപ്പോഴും ആൾക്കാർക്ക് വണ്ടറാണ് ഞാൻ എങ്ങനെ ജയിച്ചെന്ന്. എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ജോബ് ചാപ്റ്റർ 36 വേഴ്സ് 4, യോബിന്റെ പുസ്തകം 36-ാം അധ്യായം 4-ാമത്തെ വാക്യം, എന്റെ വാക്ക് ഭോഷ്കല്ല, നിശ്ചയം അറിവ് തികഞ്ഞവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു. Truly my words are not false. The one who is perfect in wisdom is with you. ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ആ വാക്യം കാണാൻ പഠിച്ചു. എന്നോട് പറഞ്ഞു, ഈ വാക്യത്തിന്റെ പുറത്ത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നീ പോയി എഴുതിക്കോ, നീ പാസ്സാവും. എങ്ങനെ പാസ്സായെന്നൊന്നും നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഇത്രയും നാൾ എഴുതിയതിനകത്ത് ഒരൊറ്റ എക്സാം ഞാൻ ഫെയിൽ ആയിട്ടില്ല. ആമേൻ. എൻ്റെ ലൈഫ് ഞാൻ കർത്താവിന് വേണ്ടി കൊടുത്തു. ഞാൻ സ്നാനപ്പെട്ട് പുറത്തു വന്നു. എൻ്റെ 10th എക്സാംസ് കഴിഞ്ഞതിന് ശേഷം ഒരു നീണ്ട ഫാസ്റ്റിങ്ങിന് ശേഷം ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. എൻ്റെ ലൈഫ് ആസ് എ സ്റ്റുഡന്റ് അന്ന് മുതൽ ദൈവം തിരിക്കാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏതിലാണോ പരാജയപ്പെട്ടിരിക്കുന്നത് അവിടെ ദൈവത്തിന് നിങ്ങളുടെ ലൈഫിനെ ദൈവത്തിന് തിരിക്കാൻ സാധിക്കും.
ഈ ഈ ബൈബിൾ കോളേജിൽ ചെല്ലുന്നത് വരെയുള്ള സമയങ്ങളിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായേക്കുന്ന ഏറ്റവും വലിയ ഡിവൈൻ ഇന്റർവെൻഷൻ ഈസ് ഇൻ മൈ അക്കാഡമിക്സ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചെറുപ്പം മുതലേ കർത്താവിന്റെ വേല ചെയ്യണം എന്ന ഭയങ്കര ആഗ്രഹത്തോടെയാണ് സ്കൂളിംഗ് മുഴുവൻ കഴിഞ്ഞത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ഈ കൊച്ചു പ്രായത്തിൽ കോമ്പസിഷൻ ഒക്കെ എഴുതുമല്ലോ, മൈസെൽഫ് മൈസെൽഫ് എന്ന് പറഞ്ഞൊരു കോമ്പസിഷൻ ഉണ്ട്. മേ ബി ദ 90s കിഡ്സ് വുഡ് നോ. ആ കോമ്പസിഷനകത്ത് വി റൈറ്റ് അബൌട്ട് അവർ സെൽസ്, അവർ പേരൻസ്, ആൻഡ് ദെൻ ദർ ഇസ് ദിസ് പാർട്ട് കോൾഡ് യുവർ അംബിഷൻ. What do you want to become when you grow up? I used to write, I want to become a pastor. Again, my mother is in the staff room. She took the eraser and wrote doctor. The copy came back to me. എൻ്റെ അടുത്ത് ഈ പുസ്തകം തിരിച്ചു വന്നപ്പോൾ ഞാൻ വീണ്ടും തുടച്ചിട്ട് പാസ്റ്റർ എന്ന് എഴുതി. So I desperately wanted to go to the Bible college and then become a pastor. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ എങ്ങനെയൊക്കെയോ ഡിഗ്രി കഴിഞ്ഞു. പലരുടെ നിർബന്ധത്തിന്റെ പുറത്ത് ഡിഗ്രി കഴിഞ്ഞു. ഞാൻ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസത്തിന് ഒട്ടും എതിരല്ല. ഞാൻ പല ബൈബിൾ കോളേജിൽ പോകാനായിട്ട് പലയിടത്തും ആപ്ലിക്കേഷൻ കൊടുത്തു. ഞാൻ SIBC ബാംഗ്ലൂർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത്, ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ലൈഫിന്റെ ഒരു പോക്ക് വെച്ചിട്ട് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ എന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. ഞാൻ അധികം പാപമൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് 1-2 കള്ളം പറഞ്ഞതല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ കാര്യമായ പാപമൊന്നും ചെയ്യുന്നില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത ഒരു പാപത്തെക്കുറിച്ച് ഓർമ്മ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നില്ല, നീതിമാന്മാരാകുന്നില്ല. ഞാൻ അങ്ങനെ എനിക്കിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പരീക്ഷനായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സമയത്ത് കർത്താവ് എന്നെ സഹായിച്ച് എൻ്റെ കണ്ണ് തുറന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോയാ ആ സമയത്ത് സൺഡേ സ്കൂളിൽ ഫസ്റ്റ്, PYPക്ക് ഫസ്റ്റ്. ലൈക്ക് എനിക്കൊരു 18 വയസ്സായപ്പം ഞാൻ ഉൾപ്പെട്ടിരുന്ന ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് ഓവർസിയറിനെ എൻ്റെ പേര് കൊണ്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ ഇന്റേണൽ ചേർച്ചിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പം ആ സമയത്ത് ഫസ്റ്റ് PJ ജെയിംസ് ആണ് ചർച്ച് ഓഫ് ഗോഡിന്റെ സ്റ്റേറ്റ് ഓവർസിയർ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇതുപോലെ SIBCയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഓൾമോസ്റ്റ് സെലക്ഷൻ ആയ രീതിയാണ് കാണുന്നത്, ഞാൻ അങ്ങോട്ട് പോവാം. ഇപ്പൊ പാസ്റ്റർ എന്നോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞോ SIBC പോവാൻ? അപ്പൊ ഞാൻ പറഞ്ഞില്ല. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിൽ പോയി പഠിച്ചാൽ മതി, അവിടെ നമ്മുടെ ഒരുപാട് പിള്ളേരുണ്ട്, ഞാൻ വിളിച്ച് പറയാം. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ, സ്റ്റേറ്റ് ഓവർസിയറിന്റെ റെക്കമെൻഡേഷൻ ഒക്കെ ആയിട്ട് പോവല്ലേ, വളരെ സന്തോഷത്തോടെ ചെന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് പാസ്റ്റർ അങ്കിൾ, അദ്ദേഹം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, അദ്ദേഹം എന്നോട് അന്ന് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം, മോനെ പരിശുദ്ധാത്മാവ് നിന്നോട് SIBC പോകാൻ പറഞ്ഞോ എന്നുള്ളതായിരുന്നില്ല, പരിശുദ്ധാത്മാവ് നിന്നോട് ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞോ എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം എന്നോട് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം എന്ന് ഞാൻ ഇടയ്ക്ക് തമാശയ്ക്ക് വീട്ടിൽ പറയാറുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ സമയത്ത്. ഞാൻ അങ്ങനെ വളരെ സന്തോഷത്തോടെ എൻ്റെ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം ആരംഭിച്ചു. അവിടെയും കർത്താവ് എന്നെ മാനിച്ചു. ഒരു ദിവസം ഞാൻ അവിടെ വന്ന ഒരു ശക്തനായ പ്രവാചകൻ, ചെങ്ങന്നൂര് ഗ്ലോറിയസ് റിവൈവൽ ഇന്റർനാഷണൽ ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ സജിമോൻ തങ്കച്ചൻ, ശക്തനായ ഒരു പ്രവാചകനാണ്, നല്ലൊരു അഭിഷിക്തനാണ്. അദ്ദേഹത്തിന്റെ മെസ്സേജ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് പ്രസംഗം നിർത്തി എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ചെവിയിൽ ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് ഇതായിരുന്നു, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ദൈവം ബ്രേക്ക് ചെയ്തിട്ട് നിന്നെ ഒരു ഷോർട്ട് ടൈമിലേക്ക് ദൈവം ഒരു ജോലി ചെയ്യിപ്പിക്കുന്നത് പോലെ ഞാൻ കാണുന്നു. അതിനുശേഷം ദൈവം നിന്നെ ഒരു ഇന്റർനാഷണൽ റിവൈവൽ ടീമുമായിട്ട് കണക്ട് ചെയ്യും, നിന്നെ ദൈവം രാജ്യങ്ങളിൽ ഉപയോഗിക്കും. ഇതായിരുന്നു ആ വലിയ പ്രവചനത്തിന്റെ ഏറ്റവും കൺസൈസ് വേർഷൻ. സോ ഈ പ്രവചനം എനിക്ക് ആദ്യത്തെ 2ാമത്തെ പാർട്ടും 3ാമത്തെ പാർട്ടും കുറേശ്ശെ വിശ്വസിച്ചു. ദൈവം രാജ്യങ്ങൾ ഉപയോഗിക്കും, കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് കൈയടിച്ച് റിസീവ് ചെയ്തു. ആദ്യത്തെ പാർട്ട് ഐ വാസ് ഡെഡ് അഗൈൻസ്റ്റ്. അതുവരെ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത്. എന്നോട് ഞാൻ ഇടയ്ക്ക് ജോലി ചെയ്യുമെന്ന് പറഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും കല്ല് വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ സമയത്താണ് ഇദ്ദേഹം വന്ന് എന്നോട് പ്രവചിക്കുന്നത്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കർത്താവ് ബ്രേക്ക് ചെയ്യും. അപ്പം in my heart I was like, oh no, I am in the center of the perfect will of God. Perfect will of God എന്റെ സെന്ററിന് ഒരു സെന്ററും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ നടുക്ക ഞാൻ നിൽക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്.
കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ വിചാരിക്കുന്നത് ബൈബിൾ കോളേജ് പഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ദൈവഹിതത്തിന്റെ നടുക്കല്ലാതെ വേറെ എവിടെയാ ഇനി കർത്താവായിട്ട് ഇത് ബ്രേക്ക് ചെയ്യും? ഒരിക്കലും ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഈ പ്രവചനം ഞാൻ കേട്ടതിന്റെ 4-ാമത്തെ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത ഇതാണ്: എൻ്റെ പപ്പ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ബിസിനസ് മുഴുവനും തകർന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പണം കൊടുക്കാനുള്ള ആളുകൾ അദ്ദേഹത്തെ വഞ്ചിച്ചത് നിമിത്തം ആ ബിസിനസ് മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ ഇനിയും എത്രത്തോളം നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നുള്ള വാർത്ത ഞാൻ കേട്ടു. ചില മണിക്കൂറുകൾ പിന്നിട്ടു. ഞങ്ങളുടെ കുടുംബം ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബം പെട്ടെന്ന് ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. എൻ്റെ പപ്പ ബോംബെയിലായി, എൻ്റെ മമ്മിയും ബ്രദറും ഡൽഹിക്ക് പോയി, ഞാൻ മാത്രം ബൈബിൾ കോളേജിൽ അവശേഷിച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ ഫാമിലിയിൽ ഇപ്പൊ നാട്ടിലുള്ള ആള് ഞാൻ മാത്രമാണെന്നുള്ള രീതിയിൽ പെട്ടെന്ന് മുഴുവൻ ഫോക്കസും എൻ്റെ മുമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ആരോടും പറയാതെ ബൈബിൾ കോളേജിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ചേർച്ചിന്റെ പാസ്റ്റർ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൈ കിട്ടുന്ന സാധനം എല്ലാം എടുത്തോണ്ട് വേഗം താഴോട്ടിറങ്ങി വാ, നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ താഴെ കോളേജിന്റെ ഹോസ്റ്റലിന്റെ താഴെ വന്നിട്ട് വിളിച്ചു. അധികം ആരോടും പറയാതെ ഞാൻ കൈ കിട്ടിയ സാധനം എല്ലാം എടുത്തുകൊണ്ട് വേഗത്തിൽ ബൈബിൾ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ കാറിൽ കയറി പുനലൂരുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി അദ്ദേഹം എനിക്ക് ഫുഡ് മേടിച്ചു തന്നു. പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് കയ്യിലൊരു 3000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, വേഗം ഇവിടെ നിന്ന് നാട് വിട്ട് ഓടിക്കും, നീ ഇവിടെ നിന്നാൽ നിന്റെ ജീവനും ആപത്താണ്, എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല, നീ എത്ര വേഗം സേഫ് ആവണമെന്നുണ്ടെങ്കിൽ നാട് വിട്ടുപോക്കും. 22 വയസ്സുണ്ട് എനിക്ക്. ഞാന് സ്വന്തമായിട്ട് ബസ് കയറി എൻ്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴഞ്ചേരി വരെ പോലും വളരെ റെയർ ആയിട്ടേ പോയിട്ടുള്ളൂ. ഞാൻ വളരെ പാമ്പേർഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിരുന്നു എൻ്റെ ചെറു പ്രായത്തില്. അപ്പൊ അങ്ങനെ ഇരുന്ന എന്നോട് പെട്ടെന്ന് നാട് വിട്ടു പൊക്കോളാൻ പറഞ്ഞപ്പോ എങ്ങോട്ട് പോകുന്നു, എങ്ങനെ പോകുന്നു ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് പരിചയമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. കാരണം അതിനോടകം പപ്പായുടെ ബിസിനസ് തകർന്നതും ഞങ്ങൾ സാമ്പത്തികമായി താഴേക്ക് കൂപ്പുകുത്തിയെന്നുള്ള വിവരവും എല്ലാവരും അറിഞ്ഞിരുന്നു. TV-യിൽ, ന്യൂസ് ചാനലില്, പത്രത്തിലൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞു. അപ്പോ ആ സാഹചര്യത്തിൽ ഞാൻ വിളിക്കുന്നവരാരും എൻ്റെ ഫോൺ എടുക്കാതെ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ തമിഴ്നാട്ടിൽ നിന്ന് അവരെന്നെ ഒരു മധുരയ്ക്കുള്ള ഒരു ബസ്സിൽ കയറ്റി വിട്ടു. മധുരൈ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം മധുരൈ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. മധുരൈ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയപ്പോൾ എൻ്റെ മമ്മിയുടെ സൈഡിൽ നിന്നുള്ള കുറച്ച് റിലേറ്റീവ്സ് ഡൽഹിയിലുണ്ട്, അവിടേക്ക് പോകാം എന്ന് വിചാരിച്ച് ഞാൻ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹിക്ക് പോകാനായിട്ടുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് എടുത്തു. എൻ്റെ 2 കയ്യിലും നിറച്ച് സൂട്ട് കേസ് സാധനങ്ങളൊക്കെയാണ്. അത് കാരണം എനിക്ക് ജനറൽ കമ്പാർട്ട്മെന്റിലെ തിരക്ക് കാരണം അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ജനറൽ കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റ് കൊണ്ട് 3 തവണ 3 ട്രെയിൻ മാറി മാറി വന്നു. ഡൽഹിക്ക് പോകാനായിട്ടുള്ള 3 ട്രെയിൻ മാറി വന്നു. 3 ട്രെയിനിന്റെയും റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറി. 3 ട്രെയിനിന്റെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ TTR എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കി. ഇതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, കഴുത്തിന് പിടിച്ച് എന്നെ പുറത്തോട്ട് തള്ളി 3 ട്രെയിനിൽ നിന്നും വളരെ പരുഷമായ രീതിയിൽ എന്നെ ഇറക്കി വിട്ടു. ഞാൻ ആ മധുരൈ ബസ് സ്റ്റാൻഡിൽ 2 കയ്യിൽ സാധനവും പിടിച്ച് 2 കയ്യിൽ നിറച്ച് ബ്രീഫ് കേസ് നിറച്ച് സാധനവുമായിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയിൽ ഏകദേശം 12 മണി കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ നട്ടം തിരിയുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് ഞാൻ അറിഞ്ഞു, നീ ബാംഗ്ലൂരിലേക്ക് പോരെ. ഞാൻ നേരെ അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി. ഞാൻ ബാംഗ്ലൂരിൽ ചെന്നു കഴിഞ്ഞപ്പം അദ്ദേഹം 2 ദിവസം എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. അദ്ദേഹത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആതിഥേയത്തിന് ശേഷം
എനിക്കൊരു ജോലി കിട്ടി. ജോലി വേറൊന്നുമല്ല, എൻ്റെ ഫാദറിന്റെ പരിചയത്തിലുള്ള ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരുന്ന ഒരു PG, ഒരു ഹോം സ്റ്റേ. അതൊരു ചെറിയ ഹോട്ടൽ തുല്യമാണ്. കാരണം ഏകദേശം 4 നിലകളിലായിട്ട് ഏകദേശം 10-25 റൂംസ് ഉണ്ട്. ആ റൂംസിലെല്ലാം ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ അവർ റെന്റ് ചെയ്ത് താമസിക്കുന്ന ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അവിടെ എനിക്ക് അവരെങ്ങനെ ഡെസിഗ്നേഷനും അപ്പോയിന്റ്മെന്റ് ലെറ്ററും തന്നില്ല. അവിടെ എന്ത് ജോലിയുണ്ടോ അത് ചെയ്യുക. ആൾക്കാർ കഴിച്ച പാത്രങ്ങൾ കഴുകി വെക്കുക, ആൾക്കാർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുക, അവരുടെ തുണി അലക്കി വിരിച്ചിടുക, ബാത്റൂം ക്ലീൻ ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടാം എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. പ്രത്യേകിച്ച് ശമ്പളമൊന്നും കിട്ടത്തില്ല. കഴിക്കാനായിട്ട് ഫുഡ് തരും, രാത്രി ഉറങ്ങാൻ ഒരു സ്ഥലം തരും, തൽക്കാലം ഭക്ഷണത്തിനും വിശ്രമത്തിനുമുള്ള സ്ഥലമായി എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം ബാംഗ്ലൂരുള്ള ബദേൽ ചർച്ചിന്റെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയർ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. വൈഫൈ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈഫൈ യൂസ് ചെയ്ത് ഞാൻ ബാംഗ്ലൂരുള്ള MA വർഗീസ് പാസ്റ്ററിന്റെ ചർച്ചിലെ പോയി. ഞാൻ ബാംഗ്ലൂരുണ്ട്, പക്ഷെ പോയി അറ്റൻഡ് ചെയ്യാനുള്ള വണ്ടിക്കൂലി എൻ്റെ കരുത്തില്ല, സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ മെസ്സേജ് അവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നീ ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യും. ഞാൻ ഈ ശബ്ദം വീണ്ടും കേട്ടു, നീ ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യും. അങ്ങനെ അതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അപ്പോസ്തലനായ പൗലോസ് കൂടാരപ്പണി ചെയ്തിരുന്ന വ്യക്തികളോട് കൂടി ഏകദേശം 1.5 വർഷം പാർത്ത് സുവിശേഷ വേല ചെയ്തു എന്നുള്ള ഒരു വാക്യം അപ്പോസ്തല പ്രവർത്തിയിൽ നിന്ന് കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. ഞാൻ അതിൽ വിശ്വസിച്ചു. നമ്മൾ എന്ത് വാഗ്ദത്തം കേട്ടാലും പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ അത് നടപ്പിലാക്കാമെന്ന് നമ്മളായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യും. അത് മനുഷ്യ സഹജമായി നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്ത അങ്ങനെയാണ്. വാഗ്ദത്തം കേട്ടല്ലോ, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ എനിക്കും ഈ സിംഗപ്പൂർ എയർ ടെർമിനലിൽ ഫ്ലൈറ്റിനകത്ത് ക്ലീനേഴ്സിനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സർ, ഞാൻ ഇതുപോലെ ഇപ്പം അത്യാവശ്യം ക്ലീനിങ് ഒക്കെ ഞാൻ എക്സ്പേർട്ട് ആയിട്ടുണ്ട്, ഞാൻ നല്ല ക്ലീനറാണ്, പിന്നെ എനിക്ക് അത്യാവശ്യം 2-3 ഭാഷയിൽ സംസാരിക്കാൻ അറിയാം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യുന്ന രീതിയിലാക്കി തരുവാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ഇൻകം ആയിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും, ഞാൻ നന്നായിട്ട് ജോലിയും ചെയ്തോളാം. അദ്ദേഹം എന്നോട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല. അദ്ദേഹം വിളിക്കാത്തതിനായി സ്തോത്രം. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ ക്ലീനർ ആയിട്ട് എൻ്റെ ആയേനെ. പക്ഷെ അദ്ദേഹം വിളിച്ചില്ല. എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഞാൻ ബാംഗ്ലൂർ കുറച്ചു നാളും കൂടെ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ആ സമയം ആയപ്പോഴത്തേന് ദൈവം എനിക്ക് ഞാൻ ആയുസിൽ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത, ഞാനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ എന്നെ സഹായിക്കാൻ തുടങ്ങി. എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ട് പോയി ഫുഡ് മേടിച്ചു തരാൻ തുടങ്ങി, പണം തരാൻ തുടങ്ങി. നമ്മുടെ അടൂരുള്ള ബ്ലസ് എന്ന് പറഞ്ഞ ഒരു മാന്യ വ്യക്തിയുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയി ഫുഡ് മേടിച്ച് എന്നെ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ കൊണ്ടുപോകാൻ തുടങ്ങി. എനിക്കറിയത്തില്ല, ഭയങ്കര ഡിവൈൻ ഫേവർ എനിക്ക് കിട്ടാൻ തുടങ്ങി. എന്തിനാണ് ആൾക്കാർ അങ്ങനെ ചെയ്തതെന്ന് എനിക്കും അറിയത്തില്ല. അവര് മേടിച്ചു തന്ന ഫുഡിനും അവർ എൻ്റെ കയ്യിൽ അന്ന് വെച്ച് തന്ന പണത്തിനും ഒക്കെ കോടികളുടെ മൂല്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന നട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ. ദൈവത്തിന്റെ കരുതൽ അവിടെ എല്ലാം വെളിപ്പെട്ടു. നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ചെങ്ങന്നൂരുള്ള സജിമോഹൻ പാസ്റ്റർ ചർച്ചിൽ സ്ഥിരമായി പോകാൻ തുടങ്ങി. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. ഒരുമിച്ച് പ്രാർത്ഥനാ യോഗങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ തുടങ്ങി. ശുശ്രൂഷകളിൽ അദ്ദേഹം എന്നെ കൂടെ നിർത്താൻ തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെയും കരുതലിന്റെ ഒക്കെ കവറിങ്ങിൽ നിൽക്കാനായിട്ട് ദൈവം ഒരു ഭാഗ്യം തന്നു. ഞാനപ്പോ പെരുമ്പാവൂർ സൈഡിൽ ഒരു വീട് നോക്കി. അങ്ങനെ ഞാൻ അന്നേരം വളരെ ഭയപ്പെട്ടു. ദൈവം തമ്പുരാനെ, എന്ത് ചെയ്യും? ആരെങ്കിലുമൊക്കെ നമ്മളെ കണ്ടുപിടിച്ചാലോ, ഉപദ്രവിച്ചാലോ ഒക്കെ. അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, നീ ഈ സിഗ്നൽ, ആ പട്ടണത്തിന്റെ സിഗ്നലിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ സിഗ്നല് നീ കണ്ടോ? ഈ സിഗ്നലിന്റെ അടുത്ത് ഞാനൊരു അതിർവരമ്പ് വരച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ഇത് കടന്ന് നിന്നെ ദോഷപ്പെടുത്താനായിട്ട്, ദോഷം ചെയ്യുന്നതിനായിട്ട് വരത്തില്ല എന്ന് ദൈവം എന്നോട് ഒരു ദൂത് സംസാരിച്ചു.
ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുമ്പോട്ട് പോയി കർത്താവിന്റെ കൃപയിൽ പ്രാർത്ഥനയിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം പെട്ടെന്ന് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ബാംഗ്ലൂർ പോയി 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ഇന്റർവ്യൂവിലും അവരെന്നെ റിജക്ട് ചെയ്തു. ജെറ്റ് എയർവേസിൽ നിന്ന് റിജക്ട് ചെയ്തതിനായി സ്തോത്രം. കാരണം വർഷങ്ങൾക്ക് ശേഷം ജെറ്റ് എയർവേസ് അടച്ചുപൂട്ടി. സ്പൈസ് ജെറ്റിൽ നിന്ന് റിജക്ട് ചെയ്തതിനായി സ്തോത്രം. കാരണം ഇന്ത്യയിൽ ഏറ്റവും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എയർലൈനായിട്ട് അവർ മാറി. ഈ കമ്പനികളോടൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല, പക്ഷെ ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നെന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. എനിവേ, അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ദിവസം ഇത് ഞാൻ മറന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം മറന്നില്ല. ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു തിക്കൽ. നമ്മുടെ വാഗ്ദത്തം നിറവേറാനുള്ള സമയമാകുമ്പോൾ, ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ടൈം ആകുമ്പോൾ ദൈവം നമ്മളെ അതിനുവേണ്ടി ട്രിഗർ ചെയ്യും. അമ്മ, നിങ്ങൾ ഈ വാക്ക് എഴുതി വെച്ചോ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ട്രിഗർ ചെയ്യും. ഞാൻ എൻ്റെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ആ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരികയാണ്. വേക്കൻസീസ് ഇൻ എയർ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യും. ഞാൻ ഗൂഗിൾ എടുത്തു, ടൈപ്പ് ചെയ്തു, ഫസ്റ്റ് കണ്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അത് ലാൻഡ് ചെയ്തത് എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ റിക്രൂട്ട്മെന്റ് പേജിലായിരുന്നു. ഞാൻ ആ പേജ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇനിയും ആ റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ 48 hours മാത്രമേ ബാക്കിയുള്ളൂ. ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ ആ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് 30 minutes ബാക്കിയുള്ളൂ. അപ്പോഴത്തേനാണ് എല്ലാ ഡോക്യുമെന്റേഷനും കഴിഞ്ഞ് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. 150 വേക്കൻസീസ് ആണ് ഉള്ളത്. അതിനകത്ത് ആ സമയത്ത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. ഇറ്റ് വാസ് മച്ച് ബിഫോർ ദ പ്രൈവറ്റൈസേഷൻ. അപ്പൊ ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. റിസർവേഷൻ കാറ്റഗറി ഈ 150 വേക്കൻസീസ് ഉള്ളതിനകത്ത് ഏകദേശം 75-ന് മുകളിൽ മോർ ദൻ ഹാഫ് ഓഫ് ദ വേക്കൻസീസ് ആർ റിസർവ്ഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 75 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് സ്കോപ്പ് ഉള്ളൂ. 150 വേക്കൻസീസ് ഉണ്ടെങ്കിലും 75 റിസർവ്ഡ് ആണ്. ബാക്കി 75ലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ഏകദേശം 30,000 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഇസ് ഡിവൈഡഡ് ഇൻടു 2. ഒന്ന് റിസർവ്ഡ് കാറ്റഗറി, മറ്റത് നോൺ റിസർവ്ഡ് കാറ്റഗറി. അപ്പോൾ ഒരു പ്രതീക്ഷയില്ല. എന്തായാലും കർത്താവിൽ ആശ്രയിച്ച് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിന് കോൾ വന്നു. ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരിൽ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു, ഉറപ്പൊന്നുമില്ല. എന്നോട് ചോദിച്ചു, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ 2 കാര്യം വേണം. ഒന്നുകിൽ ഒരു ഹൈ ലെവൽ റെക്കമെൻഡേഷൻ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ ലെവൽ ഹോൾഡ് വേണം. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഹൈ ലെവൽ ഹോൾഡ് ഉണ്ട്, അതിലാണ് എൻ്റെ പ്രതീക്ഷ. ഇന്റർവ്യൂ കഴിഞ്ഞു, ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. പ്രതീക്ഷിക്കാത്ത സമയത്ത് സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് വിളിച്ചു. സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് ഏകദേശം ഒരു 2.5 മാസം കഴിഞ്ഞിട്ടും യാതൊരു റിസൾട്ടും കാണുന്നില്ല. ആ സമയം ആയപ്പോഴത്തേന് ഡിസംബർ മാസമായി. എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു തുടങ്ങി. ഞാൻ ചെങ്ങന്നൂരുള്ള ചേർച്ചില്, സൈമോൻ ബാസിന്റെ ചേർച്ചില് വാച്ച് നൈറ്റ് സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഡിസംബർ 31-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഞാൻ വാച്ച് നൈറ്റ് സർവീസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹോള് തുറന്ന് അകത്ത് കയറും. അതിനു മുമ്പ് റിസൾട്ട് വരണം. അതിനു മുമ്പ് റിസൾട്ട് വന്ന് ഞാൻ സെലക്റ്റഡ് ആണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ജനുവരി 1-ാം തീയതി സെലക്ട് ആയെന്നുള്ള റിപ്പോർട്ട് വന്നാൽ പോലും ഞാൻ ഇനി ആ വഴിക്ക് തിരിഞ്ഞു നോക്കത്തില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ 30-ാം തീയതി വൈകുന്നേരം, ജനുവരി മാസം 30-ാം തീയതി വൈകുന്നേരം 5 മണി ആയപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. 30-ാമത്തെ റാങ്ക്, 30,000 പേര് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിൽ 30-ാമത്തെ റാങ്ക് ബെഞ്ചമിനുണ്ട് എന്ന് പറഞ്ഞ റിസൾട്ട് പബ്ലിഷ് ആയി. അന്നേരം വീണ്ടും അടുത്ത ന്യൂസ്, സന്തോഷിക്കാനും കൊണ്ട് തുടങ്ങിയപ്പോൾ അടുത്ത ന്യൂസ്, ഫസ്റ്റ് ബാച്ചിൽ 25 പേർക്കേ റിക്രൂട്ട്മെന്റ് ഉള്ളൂ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഗവൺമെന്റ് കാര്യം മുറ പോലെ ഒരു ചൊല്ല് തന്നെയുണ്ട് നമ്മുടെ നാട്ടില്. ഈ ഫസ്റ്റ് 25-നകത്ത് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 25 പേരെ എടുക്കാനുള്ള സമയമാകുമ്പോഴത്തേന് ചിലപ്പോൾ ഈ ലിസ്റ്റ് തന്നെ ചിലപ്പോൾ റദ്ദാക്കിക്കളെ. അപ്പൊ എനിക്ക് വീണ്ടും സങ്കടമായി. കർത്താവേ, 25 പേർക്കല്ലേ ആദ്യത്തെ ലിസ്റ്റിൽ ജോലി കിട്ടത്തുള്ളൂ, എനിക്ക് ജോലി കിട്ടുമോ? അടുത്ത ലിസ്റ്റ് വരുന്നത് വരെ ഞാൻ വീണ്ടും കാത്തിരിക്കണ്ടേ? ഞാൻ പ്രാർത്ഥിച്ച പ്രതീക്ഷകളെല്ലാം അസ്തമനത്തിലായല്ലോ ദൈവമേ എന്ന് ഞാൻ ഇങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം തന്നു.
സജിമോൻ പാസ്റ്റർ ഞാൻ സ്നേഹത്തോടെ സൈജ എന്നാണ് വിളിക്കുന്നത്. സൈജൻ പ്രാർത്ഥിച്ച് എന്നെ ചെന്നൈക്ക്, നിങ്ങൾക്കറിയാം അത്ഭുതം, 25 പേർക്കേ വേക്കൻസി ഉള്ളൂ. പക്ഷെ ആദ്യത്തെ 30 പേരെ മെഡിക്കൽസിന് വിളിക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. 25 വേക്കൻസി ഉള്ളൂ, 30 പേരെ മെഡിക്കൽസിന് വിളിക്കാൻ തീരുമാനിച്ചു. ടു മൈ അമേസ്മെന്റ്, ഞാൻ അവിടെ മെഡിക്കൽസിന് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒന്നാമത്തെ ആള് മെഡിക്കൽസിൽ അൺഫിറ്റ്, റിജക്റ്റഡ്. രണ്ടാമത്തെ ആള് മെഡിക്കൽ റൗണ്ടിൽ അൺഫിറ്റ്, റിജക്റ്റഡ്. മൂന്നാമത്തെ ആള് മെഡിക്കൽ റൗണ്ടിൽ അൺഫിറ്റ്, റിജക്റ്റഡ്. നാലാമത്തെ ആള് മെഡിക്കൽ റൗണ്ടിൽ അൺഫിറ്റ് ആൻഡ് റിജക്റ്റഡ്. അഞ്ചാമത്തെ ആള് മെഡിക്കൽ റൗണ്ടിൽ അൺഫിറ്റ് ആൻഡ് റിജക്റ്റഡ്. 25 പേർക്ക് പ്രവേശനം ഉള്ളതിനകത്ത് ടോപ്പ് 5 കട്ട് ചെയ്തിട്ട് 30-മനായിരുന്നു എന്നെ 25-മനായിട്ട് സെലക്ട് ചെയ്ത് ദൈവം ഫസ്റ്റ് ബാച്ചിൽ ട്രെയിനിങ്ങിന് കയറ്റി. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, സെൻട്രൽ ഗവൺമെന്റ് അല്ല, ഫെഡറൽ ഗവൺമെന്റ് അല്ല, ഏത് ഗവൺമെന്റിനകത്തും നിന്നെ തിരികെ കയറ്റണമെന്നുണ്ടെങ്കിൽ, നിന്നെ അതിനകത്ത് കയറ്റണമെന്ന് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുണ്ടെങ്കിൽ there is a space reserved for you. ജോസഫ് മന്ത്രിയായത് അവന് നാട്ടിലെ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടല്ല. യോസഫ് മന്ത്രിയായത് അവന് ഫറവോനുമായിട്ട് കണക്ഷൻ ഉണ്ടായത് കൊണ്ടെന്ന ഒറ്റ കാരണം, അവന്റെ ഉള്ളിൽ ദൈവം പകർന്ന അഭിഷേകം. അവനോട് ദൈവം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിറവേറ്റാൻ സമയമായപ്പോൾ അവനെ കാരാഗ്രഹത്തിനകത്തുനിന്ന് കൊണ്ടുവന്ന് രാജാവിന്റെ കസാരയിൽ ഇരുത്തിയെന്ന് പറഞ്ഞതുപോലെ ഈ രാത്രി എന്നെ കേൾക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു, എത്ര കാലം മാറിപ്പോയെന്ന് പറഞ്ഞാലും, എത്ര റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എത്ര താഴെയാണെന്ന് പറഞ്ഞാലും, ലിസ്റ്റ് നിങ്ങൾക്ക് എത്ര അനുകൂലം അല്ലെന്ന് പറഞ്ഞാലും, ഈ റേഷ്യോ പ്രോബബിലിറ്റി നിങ്ങൾക്ക് ഒട്ടും ചാൻസ് ഇല്ലെന്ന് പറഞ്ഞാലും, 25 വേക്കൻസിക്ക് വേണ്ടി 30,000 പേര് മത്സരിക്കുന്ന കോമ്പറ്റീഷനിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിലും, എന്റെ ലൈഫിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ അത് തുറന്നതാണ്, അത് അടയ്ക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മുടെ ഇസ്രായേൽ ജനം ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി നിന്ന് പുറത്തു വരാൻ സമയമായപ്പോൾ ദൈവം സൈറസിനോട്, കോരശിനോട് പറഞ്ഞു, നീ എന്റെ ഇടയനാണ്, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ ഡോറുകൾ അടയാതിരിക്കേണ്ടതിന്, അയൺ ഡോർസ് ഓപ്പൺ ചെയ്യേണ്ടതിന്, ബ്രാസ് കൊണ്ടുണ്ടാക്കിയ ലോക്സ് ഡിസ്ട്രോയ് ചെയ്യേണ്ട, താമ്ര കഥകളെ പൊളിച്ചു കളയേണ്ടതിന്, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കേണ്ടതിന് ഞാൻ നിന്റെ മുമ്പായി നടക്കും. ആമേൻ. ഇതേ സെയിം തിങ് ലിറ്ററലി എന്റെ ലൈഫിൽ സംഭവിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ബാരിയേഴ്സ് 1, 2, 3 പരിശുദ്ധാത്മാവ് തകർക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. ലിസ്റ്റിൽ പേര് വന്നു, ജോയിൻ ചെയ്യാനുള്ള ഓർഡർ വന്നു. ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ 3 തലമുറയിൽ ലാസ്റ്റ് 3 ജനറേഷൻസിന്റെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് എസ്പെഷ്യലി ഹൈ സെക്യൂരിറ്റി ഏരിയാസിലുള്ള ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളെ തെരഞ്ഞെടുക്കത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് എയർ ഇന്ത്യ 1 എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്ററിന് വേണ്ടിയിട്ടൊക്കെ ട്രാവൽ ചെയ്യാനുള്ള സ്പെഷ്യൽ എയർക്രാഫ്റ്റ് ഇല്ല. ആ സമയത്ത് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വി യൂസ് ടു സ്റ്റിൽ ക്യാരി ഇത്. എയർ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റും എയർ ഇന്ത്യയുടെ ക്രൂവിനെയാണ് അവരെ കൊണ്ടുപോകാൻ വേണ്ടി അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും വി ഐ പിസുമായിട്ടൊക്കെ എപ്പോഴും കോണ്ടാക്ട് വരുന്നത് കൊണ്ടും എയർപോർട്ട് പോലുള്ള ഹൈ സെക്യൂരിറ്റി ഏരിയാസിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആ ലെവലിലുള്ള ക്ലിയറൻസ് വേണം. എന്റെ വീട്ടിനകത്ത് എന്റെ ഫാദറിന്റെ പേരില് എന്നെയൊക്കെ അന്വേഷിച്ച് പോലീസ് നടന്നിരുന്നൊരു സമയം എന്റെ ലൈഫിന്റെ ഹിസ്റ്ററിയുടെ പുറകിലുണ്ടായിരുന്നു. ഇന്ന് ദൈവം അതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന ഞാൻ കാണിച്ചു തരാം. സെൻട്രൽ ഗവൺമെന്റും കേരള പോലീസും ഒക്കെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ക്ലീൻ ആണ്, ഇദ്ദേഹം ഈസ് എലിജിബിൾ ഫോർ എ ഹൈ ലെവൽ ക്ലിയറൻസ് എന്ന് എഴുതിയ 3 or 4 സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ 8 വർഷത്തേത് എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നീതീകരിച്ചതിനെ ആർക്കും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റിന് പറ്റത്തില്ല, പോലീസിന് പറ്റത്തില്ല, സമൂഹത്തിന് പറ്റത്തില്ല, ഒരു ഏജൻസിക്കും നിന്റെ നേരെ ഒരു വിരൽ ചൂണ്ടാൻ അവസരം ദൈവം കൊടുക്കത്തില്ല. ഇഫ് ഗോഡ് ക്ലിയേഴ്സ് യു. ആമേൻ. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം. ഞങ്ങളുടെ അടുത്തുള്ള ഞാൻ പഠിച്ചു വളർന്ന ഏരിയയിലെ ഗസറ്റഡ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം. എന്നാലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ ലൊക്കാലിറ്റിയിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം ഗോയിങ് ബൈ ദ സിസ്റ്റം ഐ വുഡ് നെവർ ഗെറ്റ് എ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. പക്ഷെ ഞാൻ ചെന്ന ഓഫീസുകളിലെല്ലാം ദൈവം എനിക്ക് ഫേവർ തന്നു എന്ന്
ചുരുക്കം വാചകത്തിൽ മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറിയാൽ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, 8 വർഷം ഞാൻ എയർ ഇന്ത്യയിൽ ജോലി ചെയ്തു. ഞാൻ എയർ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞ റാങ്കിലാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. അതുവരെ ഒരു മനുഷ്യൻ എന്റെ നേരെ, ഒരു ജോഷുവയോട് പറഞ്ഞതുപോലെ, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല എന്ന് പറയത്തക്കവണ്ണം ദൈവം എന്റെ സ്ഥിതി മാറ്റി. എന്റെ പപ്പായുടെ ബിസിനസ് തകർന്നപ്പോ ഞങ്ങളുടെ വീട്ടുപേരുൾപ്പെടെ, എന്റെ പപ്പായുടെ ഫോട്ടോ ഉൾപ്പെടെ മലയാള മനോരമ ന്യൂസ് ചാനലില് 18 മിനിറ്റിന്റെ ന്യൂസ് സ്കൂപ്പ് വന്നു. 18 മിനിറ്റിന്റെ ന്യൂസ് സ്കൂപ്പ്. അത് കണ്ടവരെല്ലാവരും എന്നോട് പറഞ്ഞു, നിന്റെ ഭാവി തീർന്നു, നിനക്ക് ഇനി ഒരു സാധ്യതയില്ല. പത്രത്തിൽ വാർത്ത വന്നു. ഈ വാർത്ത വായിച്ചവരെല്ലാം പറഞ്ഞു, നിന്റെ ലൈഫിൽ ഇനി മുമ്പോട്ടൊരു സ്കോപ്പ് ഇല്ല, നിനക്കൊരു ഭാവിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ എന്റെ ഫാമിലിയുടെ പേര്, എന്റെ ഫാദറിന്റെ പേര് ഓൾ കെയിം ഇൻ ദ നാഷണൽ ടെലിവിഷൻ ന്യൂസ്, നോട്ട് ഫോർ ഗുഡ് റീസൺസ്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല വന്നത്. അങ്ങനെ ഒരു ഇപ്പോ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും nobody would want to know what exactly happened. എല്ലാവർക്കും അതിന്റെ എക്സാക്ട് റീസൺ അറിയാൻ താല്പര്യം ഉണ്ടാവത്തില്ല. പല ആൾക്കാരും അതിന്റെ പുറകിൽ, അതിന്റെ പുറത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പലരും എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. ഒരു വ്യക്തി ബിസിനസ് ചെയ്തു, അദ്ദേഹം മിസ്മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നു, അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നവരായിരിക്കും ഭൂരിഭാഗം. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കാറില്ല. ആരുടെയും കുറ്റമല്ല. മേ ബി നമ്മൾ ആ ഒരു ഫേസിൽ കൂടെ പോകുമ്പോഴേ പലപ്പോഴും നമുക്ക് ആളുകളുമായിട്ട് എംപതൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം എന്റെ ജീവിതത്തിൽ തന്ന അനുഭവങ്ങൾക്ക് ഞാൻ ഇപ്പോഴും ദൈവത്തിന് ഗ്രേറ്റ്ഫുൾ ആണ്. എനിവേ, മൂവിങ് ഫോർവേഡ്, ഇത് ഇങ്ങനെ എന്റെ ലൈഫ് തീർന്നു എന്ന് പറഞ്ഞു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. എന്റെ കഴിഞ്ഞ സീസണിൽ എന്താണോ എന്റെ ലൈഫിൽ സംഭവിച്ചത്, അതേ റീസൺസിന് വേണ്ടിയിട്ടില്ല, ബട്ട് ഫോർ ഗുഡ് റീസൺസ്. ഐ മീൻ, വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ട് കോവിഡിന്റെ സമയത്ത് ഇന്ത്യൻ സിറ്റിസൻസിനെ പല രാജ്യത്തു നിന്നും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇന്ത്യയിൽ നിന്ന് എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ അയച്ചു. ആ റീപാട്രിയേഷൻ മിഷനിൽ കൊലാലംപൂരിലേക്കുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തത് ഞാനാണ്. അപ്പൊ എന്റെ പേര്, എന്റെ ഫോട്ടോ എല്ലാം കഴിഞ്ഞ ഒരു 8 വർഷത്തിന് മുമ്പ് ബാഡ് റീസൺസിന് വേണ്ടിയിട്ട് അടിച്ചു വന്ന അതേ പത്രത്തിൽ എഴുതി വന്നു, ഇന്ന റീസണ് വേണ്ടി ഇന്നയാള് ദേ പോകുന്നു, ഇന്ന ഫോട്ടോ ഉൾപ്പെടെ. അമ്മേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിനെ 180 ഡിഗ്രി തിരിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. അമ്മേ, അത് ഞാൻ വിചാരിച്ചു കർത്താവ് അവിടെ കൊണ്ട് നിർത്തുവന്ന്. അവിടെ കൊണ്ടും ദൈവം നിർത്തിയില്ല. യുക്രൈൻ വാർ ഉണ്ടായപ്പോൾ വീണ്ടും റീപാട്രിയേഷൻ മിഷന് സെലക്ട് ചെയ്ത ക്യാബിൻ ക്രൂവിന്റെ പേരിൽ എന്റെ പേരുണ്ടായിരുന്നു. യുക്രൈനിൽ വാറിനകത്ത് പെട്ടുപോയ കുഞ്ഞുങ്ങളെ തിരിച്ച് റഷ്യൻ വാർ സോണിൽ പോയി തിരിച്ചു കൊണ്ടുവരാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ ന്യൂസ് മീഡിയക്കാര് ഇന്റർവ്യൂ ചെയ്യാൻ ഓടിച്ചപ്പം അതിന്റെ ഇടയ്ക്ക് ഓടി രക്ഷപ്പെടുമായിരുന്നു, എന്നെ ഇന്റർവ്യൂ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കഴിഞ്ഞ സീസണിൽ പിശാച് നിങ്ങളെ അപവാദങ്ങൾക്കകത്ത് കുടുക്കിയെങ്കിൽ ഈ സീസണിൽ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആൾക്കാരെ നാഷണൽ മീഡിയ ഓടിക്കൂടുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ തിരിക്കാൻ ദൈവത്തിന് സാധിക്കും. ഇതൊന്നും എന്റെ മിടുക്കുകൊണ്ടല്ല, എന്റെ ലുക്സിന്റെ കൂടുതൽ കൊണ്ടല്ല, എനിക്ക് എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടല്ല. എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള 100 പേര് എന്റെ ചുറ്റും നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഓരോ തവണയും ബെഞ്ചമിനെ പിക്ക് എന്ന് പറഞ്ഞ് എന്റെ നേരെ നീളുന്നത് ഞാൻ അനുഭവിക്കുന്നതിന് ദൈവം എന്നെ ഇടയാക്കി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എൻകറേജ് ചെയ്തുകൊണ്ട് ഒരു ദൂത് പറയാം. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കത്തില്ല, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ തല കുനിക്കാൻ ദൈവം ഇടയാക്കത്തില്ല. എയർ ഇന്ത്യയിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ എന്റെ ലൈഫിൽ ഉണ്ടായ ഒരുപാട് നന്മകൾ ദൈവം തന്നു. ഒരുപാട് ഞാൻ ഒരിക്കലും കാലുകുത്താൻ സാധിക്കത്തില്ലെന്ന് വിചാരിച്ച സ്ഥലങ്ങളില് കാലുകുത്തി. ഒരിക്കലും ഞാൻ താമസിക്കത്തില്ലെന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ താമസിച്ചു. 8 വർഷം കൊണ്ട് 16ഓളം വിദേശ രാജ്യങ്ങളുടെ എയർപോർട്ടുകളിൽ കാലുകുത്താൻ ദൈവം എന്നെ സഹായിച്ചു. ഇതെല്ലാം ഞാനിത് പറയുമ്പോൾ പൊങ്ങച്ചോ പറയുവാൻ നിങ്ങൾ ആരും വിചാരിക്കരുത്. എന്റെ തകർന്ന അവസ്ഥയിൽ ഞാൻ എന്റെ പഠിപ്പിച്ച ബൈബിൾ കോളേജിൽ എന്നെ പഠിപ്പിച്ച ദൈവദാസന്മാർ, ആ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു. അവരെ കുറിച്ച് ഓർത്ത് എനിക്ക് സന്തോഷമുണ്ട്.
പക്ഷെ ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത സമയത്ത് എൻ്റെ ബൈബിൾ കോളേജിലെ ദേവദാസന്മാരെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ ഫീസ് ഉണ്ട്, കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയാൽ ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ ഫീസ് ഉണ്ട്, അത് 30,000 rupees ആണ്. സ്വന്തമായിട്ട് ചായ കുടിക്കാൻ 30 രൂപ എന്റെ പോക്കറ്റിൽ ഇല്ലാത്ത സമയത്താണ് 30,000 rupees ഡിസ്കണ്ടിന്യൂവേഷൻ ഫീസ് ഉണ്ടെന്ന്. 15,000 rupees ഡിസ്കണ്ടിന്യൂവേഷൻ ഫീസ് ഉണ്ടെന്ന്. അപ്പോ ഈ ഫൈനാൻഷ്യൽ സ്ട്രഗിളിന് നടുക്ക് എനിക്ക് സർട്ടിഫിക്കറ്റ് പോലും തിരിച്ചു കിട്ടുമോ എന്ന് ഞാൻ ഭയപ്പെട്ട സമയമുണ്ട്. പക്ഷെ ദൈവം എനിക്ക് അതിനുള്ള പണം തന്നു. ആ സമയത്ത് അൺമെറിറ്റഡ് ഫേവർ എന്നല്ലാതെ ഒന്നും പറയാനില്ല. ആ റെസിപ്റ്റ് ഞാനൊരു 5 വർഷത്തോളം സൂക്ഷിച്ചു വെച്ചു. എന്തിനാണെന്നറിയാമോ? ഞാൻ പപ്പായ്ക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള, അതിന് വക്കീൽമാരൊക്കെ കാണാനായിട്ട് പോയ സമയത്ത് കുറച്ച് നിയമം, ഇന്ത്യൻ പീനൽ കോഡ് കുറച്ച് എനിക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇന്ത്യൻ പീനൽ കോഡ് പഠിച്ച സമയത്ത് ഒരു സ്റ്റുഡന്റിന്റെയും സർട്ടിഫിക്കറ്റ്സ് മണി ഡിമാൻഡ് ചെയ്തുകൊണ്ട് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും റൈറ്റ് ഇല്ല, അതൊരു ഒഫൻസ് ആണെന്ന് മനസ്സിലായപ്പം ഈ സെമിനാരിക്കെതിരെ കേസ് കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു 5 വർഷം ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം ഒരു ദിവസം രാത്രി കർത്താവ് എന്നോട് പറഞ്ഞു, ഈ സ്റ്റേജ് മുതൽ ഞാൻ നിന്നെ ബ്ലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയണം, ഇല്ലാതെ ആ റെസിപ്റ്റ് കീറിക്കളയണം, നിന്റെ ഉള്ളിനകത്തുള്ള കയ്പ് നീ എടുത്തു കളയണം, ഇല്ലാതെ എനിക്ക് നിന്നെ ബ്ലസ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളെ ഒരു പക്ഷേ പീപ്പിൾ വുഡ് ഹാവ് റോങ്ഡ് അസ്, നമ്മളെ ആൾക്കാര് പഠിച്ചിട്ടുണ്ടാവും, ദുഷിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഹൃദയം മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ആഫ്റ്റർ എ സ്റ്റേജ് ദൈവത്തിന് നമ്മളെ മുമ്പോട്ട് ബ്ലസ് ചെയ്യാൻ തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമ്മളതൊരു മനസ്സിൽ ഒരു പോയിസൺ പോലെ, ഒരു ബിറ്റർനെസ് പോലെ, ഒരു കയ്പായിട്ട് നമ്മളത് സൂക്ഷിക്കരുത്. അതിനെ എടുത്തു കളഞ്ഞാൽ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അമ്മേ, ഞാൻ ഈ പറഞ്ഞ നന്മകളൊക്കെ ഈ സർട്ടിഫിക്കറ്റ്, ഈ റെസിപ്റ്റ് കീറിക്കളഞ്ഞതിന് ശേഷം എൻ്റെ ലൈഫിൽ വന്നേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിനു ശേഷം മറ്റൊരു സംഭവം ഉണ്ടായി. ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ മധുരൈ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയി. കൊച്ചിയിൽ നിന്ന് ഞാൻ ഫ്ലൈ ചെയ്യാൻ ആരംഭിച്ചു, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ഒരു ഫ്ലൈറ്റ് എയർ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തു. ആ ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ആദ്യം. അതിനുശേഷം അവര് ക്യാബിൻ ക്രൂവിന് ലേ ഓവർ കൊടുക്കാനായിട്ട് അവർ മധുരൈ വഴി, കൊച്ചിൻ സിംഗപ്പൂർ മധുരൈ എന്ന ആ ഫ്ലൈറ്റ് റീറൂട്ട് ചെയ്തു. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം 5 വർഷം മുമ്പ് മധുരൈ എയർപോർട്ടിൽ ഒരു രാത്രി 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് റെയിൽവേ TTR എന്നെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയ സ്ഥലമാണത്. ഒരു രാത്രി താമസിക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ച് ലോഡ്ജുകളിൽ ചെന്നപ്പോൾ അതിനുള്ള പൈസ കയ്യിലില്ലാത്തത് കൊണ്ട് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഞാൻ നട്ടം തിരിഞ്ഞ സ്ഥലമാണത്. ഈ ഫ്ലൈറ്റിന്റെ റൂട്ടിംഗ് മാറ്റി വിട്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഞാൻ ആസ് യൂഷ്വൽ എന്റെ യൂണിഫോം ഇട്ട അന്ന് രാവിലെ ഫ്ലൈറ്റ് ചെയ്യാൻ പോയി. രാവിലെ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിൽ ചെന്നു. വൈകുന്നേരം ആയപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് മധുരൈ വന്നു. മധുരൈ വന്നപ്പം അവിടെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, ദർ ഇസ് എ ചേഞ്ച് ഓഫ് ക്രൂ ഹിയർ, ഇവിടുന്ന് പുതിയ ഫ്രഷ് സെറ്റ് ഓഫ് ക്രൂ ജോയിൻ ചെയ്യാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ എയർപോർട്ടിന്റെ കസ്റ്റംസ് ക്രോസ് ചെയ്ത് വെളി വന്ന് മധുരൈ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് ബോർഡ് വായിച്ചു. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗിന്റെ ഇടയിലൂടെ ആ ബോർഡ് വായിച്ചപ്പോഴാണ് ആക്ച്വലി എന്നെ റിയാലിറ്റി ഹിറ്റ് ചെയ്തത്. ദൈവം തമ്പുരാനെ, 5 വർഷത്തിന് മുമ്പ് ഒരു രാത്രി നട്ടം തിരിഞ്ഞ് ഒരു ട്രെയിനിനകത്ത് കയറാൻ പണമില്ലാതെ, ഒരു ലോഡ്ജിൽ താമസിക്കാൻ പണമില്ലാതെ ഞാൻ നിന്ന സ്ഥലത്താണല്ലോ തിരിച്ചു വന്നേക്കുന്നത്. സത്യത്തിൽ ഞാൻ എന്നെ തന്നെ പിച്ച് നോക്കി. കാരണം ബിക്കോസ് ഐ കുഡന്റ് റിയലി ബിലീവ് കർത്താവ് എന്തോ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുമ്പോൾ, ഭയങ്കര അസ്റ്റോണ്ട് ആയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടി മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം കാറിന്റെ ഡോർ വന്നിട്ട് പറഞ്ഞു, സാർ വരൂ, നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. ഞാനിങ്ങനെ ഹോട്ടലിലേക്ക് പോകും. സാധാരണ നമ്മുടെ എയർ ക്രൂവിന് അവര് അക്കോമഡേഷൻ തരുമ്പം എയർപോർട്ടിന് അടുത്തുള്ള ഒരു സ്ഥലം അവർ തരുന്നത്, പെട്ടെന്ന് പോവുകയും വരികയും ചെയ്യാനായിട്ട്. കാറിൽ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ടും സ്ഥലം എത്തുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരുപാട് ദൂരം ഉണ്ടോ ഇവിടുന്ന്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഇത് രണ്ടും ക്രോസ് ചെയ്ത് ഒരു കിലോമീറ്ററുടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ.
ഈ ഈ ഈ ബസ് സ്റ്റാൻഡിന്റെ റെയിൽവേ സ്റ്റേഷനിലൂടെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പോകുമ്പോൾ അറിയാതെ എന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. കാരണം ഈ ബസ് സ്റ്റാൻഡിൽ 5 വർഷം മുമ്പ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല പകച്ചു നിന്ന് എന്റെ ഒരു 5 വർഷം മുമ്പുള്ള ഓർമ്മ എന്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ ആ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു, കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ ആ ഹോട്ടലിൽ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ ഹോട്ടലിന്റെ കോമ്പൗണ്ട് 3 ദിവസം അവിടെ ലേ ഓവർ. ഞാൻ ആ ഹോട്ടലിന്റെ കോമ്പൗണ്ടിലൂടെ നടക്കുമ്പോൾ ഞാൻ ആ ഹോട്ടലിന്റെ പേര് ശ്രദ്ധിച്ചു. ആ ഹോട്ടലിന്റെ പേര് JC റെസിഡൻസി എന്നാണ്. അതൊരു 3 സ്റ്റാർ ഹോട്ടലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആ ഹോട്ടലിന്റെ റിസപ്ഷൻ സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ JC റെസിഡൻസി? ഇതിന്റെ ഓണറിന്റെ പേരാണോ? അപ്പൊ ആ ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റ് ലേഡി എന്നോട് പറഞ്ഞു, സർ, ഈ ഹോട്ടലിന്റെ ഓണർ ഒരു ക്രിസ്ത്യൻ ആണ്, അദ്ദേഹം ഒരു ഫേൺ ബിലീവർ ആണ്. അദ്ദേഹം JC റെസിഡൻസി എന്ന് ഈ ഹോട്ടലിന്റെ പേരിട്ടേക്കുന്നതിന്റെ കാര്യം ജീസസ് ക്രൈസ്റ്റ് റെസിഡൻസി എന്നാണ്. ഞാൻ ഭയങ്കര സന്തോഷത്തോടെ വെളിച്ചാടി. വീണ്ടും ഞാൻ ഹോട്ടലിന്റെ ഭിത്തിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് എഴുതി വെച്ചിരിക്കുകയാണ്, അങ്ങനെ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതിനകത്ത് കർത്താവിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. ആമേൻ. നിങ്ങൾ ഏത് പട്ടണത്തിൽ നിങ്ങളുടെ തല കുനിഞ്ഞോ, ഞാൻ ഈ അനുഭവം പാസ്റ്റർ എം എ വർഗീസിനോട് ഞങ്ങളുടെ ചെങ്ങന്നൂരുള്ള എൻ്റെ വൈഫ് ഹൗസിൽ ഇരുന്നിട്ട് ഈ സമയത്ത് എൻ്റെ ബഹ്റിനിൽ നിന്ന് എൻ്റെ പപ്പായും മമ്മിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മിനു സാം എന്ന് പറഞ്ഞ ഐഡിയിൽ എൻ്റെ മമ്മി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മദറിൻലോ സിസ്റ്റർ അനിത, അമ്മയാണ് എന്നെ ആസാദി TVയുമായിട്ട് കണക്ട് ചെയ്തത്. അതും ഞാൻ ഈ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഞാൻ ആ പട്ടണത്തിൽ നിന്നിട്ട് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഞാൻ ഈ അനുഭവം എം എ വർഗീസ് പാസ്റ്ററിനോട് ഷെയർ ചെയ്ത സമയത്ത് അദ്ദേഹം എനിക്കൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് തന്നു. 60 ലക്ഷം രൂപയുള്ള ഗവൺമെന്റിന്റെ ട്രെയിനിനകത്തുനിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോൾ 60 കോടി രൂപ വിലയുള്ള ഗവൺമെന്റിന്റെ ഫ്ലൈറ്റിനകത്ത് ദൈവം എന്നെ കൊണ്ടുവന്ന് ആ പട്ടണത്തിൽ ലാൻഡ് ചെയ്യിപ്പിച്ചു. ആമേൻ, സ്തോത്രം. ഈ നമ്മളെ എങ്ങനെയാണോ അപമാനിച്ചത് അതിന്റെ ഇരട്ടി ദൈവത്തിന് മാനിക്കാൻ പറ്റും. ഞാനൊരു സാധാരണ എയർലൈൻ ജോലിക്ക് കയറിയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബീൻ ഈക്വൽ, ഇറ്റ് വുഡ് നോട്ട് ഹാവ് ബീൻ സെയിം. കാരണം ഗവൺമെന്റിന്റെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഗവൺമെന്റിന്റെ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവം നിങ്ങളെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് കൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ആത്മാർത്ഥമായി നിങ്ങളെ ഒരു സഹോദരത്തിലോ സ്നേഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം തിരിച്ചു പറയാം. ദൈവം എങ്ങനെയൊക്കെ മാനിക്കുമെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പ്രസംഗ ഭാഷയിൽ നമ്മുടെ നാട്ടിലെ ദൈവദാസന്മാരെ പറയാനുണ്ട്, ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുമെന്ന്. ആമേൻ. ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. രാജ്യങ്ങളിൽ കൊണ്ടുപോയി രാജ്യങ്ങളുടെ നന്മ അനുഭവിക്കാൻ ദൈവം അവസരം തന്നു. അല്ലാതെ നാഷണൽ ലീഡേഴ്സിന്റെ അടുത്ത് ഇടപെടാൻ ദൈവം അവസരം തന്നു. രാജ്യം റൺ ചെയ്യുന്ന മിഷനുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ദൈവം അവസരം തന്നു. അങ്ങനെ ദൈവം ഒരുപാട് മാനിച്ചു. നിങ്ങൾക്കറിയാമോ, ഈ ജോലി ഏകദേശം തീരാറാകുന്ന സമയത്ത് ദൈവം എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യത തന്നു. ഈ പട്ടണത്തിൽ നിന്റെ ഈ ഏരിയയിൽ, ഈ എയർ ഇന്ത്യയിൽ നിന്റെ ടൈം തീരാറാകുന്നു ദൈവം എനിക്ക് ബോധ്യം തന്നു. അന്നേരം ഞാൻ ഏകദേശം 7 വർഷം എയർ ഇന്ത്യയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എയർ ഇന്ത്യയുടെ പ്രൈവറ്റൈസേഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഭയങ്കര അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള സ്റ്റാഫിനെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് അവരവരുടെ പുതിയ സ്റ്റാഫിനെ കൊണ്ടുവരും. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ഫോർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാഫിന് ഒട്ടും ഫേവറബിൾ ആയിരിക്കത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നമ്മളെ ബ്ലെസ് ചെയ്യാനുള്ള ടൈം ആവുമ്പോൾ, എസ്പെഷ്യലി നമ്മളുടെ ബ്ലെസ്സിങ് വാഗ്ദത്തങ്ങൾ നിറവേറാൻ സമയമാകുമ്പോൾ ദൈവം കാര്യങ്ങളെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. ഞാൻ എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് 10 മാസത്തിനിടെ എനിക്ക് 3 പ്രൊമോഷനാണ് ദൈവം തന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ കഴിഞ്ഞ 6-7 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് എനിക്ക് ഒരു പ്രൊമോഷൻ പോലും ആക്ച്വലി കിട്ടിയില്ല. പക്ഷെ എൻ്റെ ലാസ്റ്റ് 10 മന്ത്സിനിടയ്ക്ക് 3 പ്രൊമോഷൻ ദൈവം എനിക്ക് തന്നു. ഞാൻ വെറും ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ നിന്ന്
സീനിയർ ക്യാബിൻ ക്രൂ ആയി, ക്യാബിൻ ക്രൂ ഇൻചാർജായി, അതിനുശേഷം എക്സിക്യൂട്ടീവ് ക്യാബിൻ ക്രൂ ആയിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. എൻ്റെ ക്ലിയറൻസ് വരുമ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിനകത്ത് എക്സിക്യൂട്ടീവ് ക്യാബിൻ ക്രൂ എന്നായിരിക്കും എൻ്റെ എക്സ്പീരിയൻസ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. 18 വർഷം എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത സീനിയേഴ്സിനും എനിക്കും ഒരേ റാങ്കിലാണ്. 8 വർഷം ജോലി ചെയ്ത് എനിക്ക് ഒരേ റാങ്കാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, എൻ്റെ കൂടെ ജോലി ചെയ്തവരെയും എൻ്റെ സീനിയേഴ്സിനെയും വളരെ ബഹുമാനിക്കുന്നു. പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ദൈവത്തിന് വിഷയമല്ല, നിങ്ങളുടെ എക്സ്പേർട്ടീസ് ദൈവത്തിന് വിഷയമല്ല. നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ ദൈവം തീരുമാനിച്ചാൽ, ജോസഫിന്റെ സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യാറുണ്ട്. നിന്നെ രാജ്യത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ്, ചീഫ് ഓഫ് ദി ആർമി ആയിട്ട്, സെക്കൻഡ് ഇൻ പവർ ആൻഡ് ഇൻ പൊസിഷൻ ആയിട്ട് ദൈവത്തിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പെണ്ണുകേസിൽപ്പെട്ട് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ആ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖനായ ലീഡേഴ്സിൽ ഒരാളുടെ വൈഫിനെ അസോൾട്ട് ചെയ്തെന്നുള്ള കേസിലാണ് ജോസഫ് ഇപ്പൊ പ്രസന്റ് കിടക്കുന്നത്. അവന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൻ ഈ പൊസിഷനിലേക്ക് വരരുത്. പക്ഷെ ദൈവത്തിന്റെ സമയമായി കഴിയുമ്പോൾ ദൈവം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പീഡപ്പ് ചെയ്യാൻ തുടങ്ങും. ദൈവത്തിന് നിങ്ങളെ മാനിച്ചൊരു സ്ഥലത്തുനിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, ആമേൻ, ഹാമാൻ എത്ര വലിയ പദ്ധതി ഉണ്ടാക്കിയാലും മൊർദെഖായി അനുഗ്രഹിക്കാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതികൾക്കൊന്നും അവിടെ പിന്നെ സ്ഥാനമില്ല. അനുഗ്രഹം അദ്ദേഹത്തിന്റെ തലയിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. പദ്ധതി ഉണ്ടാക്കിയ ഹാമാനെ കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്യിപ്പിച്ചു? മൊർദെഖായി രാജാവ് മാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യൂ എന്ന് നഗരത്തിലൂടെ വിളിച്ചു പറയിപ്പിച്ചുകൊണ്ട് രാജാവിന്റെ ഡ്രസ്സ് ഇടിയിപ്പിച്ചുകൊണ്ട് നടത്തി. ഇതേ സെയിം തിങ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് കാണാൻ ദൈവം അവസരം തന്നു. മനോഹരമായ കുടുംബജീവിതം ദൈവം തന്നു. നാട്ടിൽ നിന്ന് ഓടിപ്പോയി വേറൊരു സ്ഥലത്ത് ജീവിതം കഴിച്ചു കൂട്ടണം, അങ്ങനെ ആയിരിക്കും എൻ്റെ ലൈഫ് എൻഡ് ചെയ്യുമെന്ന് വിചാരിച്ച എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം ദൂരെ ചെങ്ങന്നൂരിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് പെണ്ണ് കിട്ടുമെന്ന്. പക്ഷെ ദൈവം നടത്തിയത് വിധങ്ങൾക്കായി സ്തോത്രം. ഞാൻ എൻ്റെ വിവാഹത്തിന്റെ സമയമായപ്പം ഒരുപാട് പേര് വന്ന് എൻ്റെ ഫാദറിനോടും മദറിനോടും ഒക്കെ പറഞ്ഞു, നിങ്ങളുടെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കണോ? അവന്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഒരിടത്ത് പ്രസംഗിച്ച് എൻ്റെ അനുഭവ സാക്ഷ്യമൊക്കെ പറഞ്ഞു, കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞ് അവിടെ ഇരുന്ന് ഫ്രണ്ടിൽ ഇരുന്ന ഒരു ആന്റിയോട് ഞാൻ ചോദിച്ചു, ആന്റി ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് ആന്റിയുടെ മോളെ ആന്റി എനിക്ക് കെട്ടിച്ചു തരുമോ? ആന്റി എടുത്ത് വായിക്കുന്നോട് പറഞ്ഞ് കെട്ടിച്ചു തരത്തില്ലെന്ന്. Because when everybody is planning to get their daughters married, they want to get them married into a very secure place. അല്ലേ? അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ വൈഫിന്റെ മദർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. അമ്മയോട് ഒരു ദിവസം രാത്രി ദൈവം പറഞ്ഞു, യു ഷുഡ് ഗെറ്റ് യുവർ ഡോട്ടർ മാരിഡ് ടു ഹിം. അങ്ങനെ ദൈവിക ഇടപെടൽ ഉണ്ടായത് കൊണ്ട് ഇന്ന് എനിക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം തന്നു. എനിക്ക് ദാനമായിട്ടൊരു പെൺ പൈതലിനെ ദൈവം തന്നു, മിനിസ്ട്രി തന്നു, ശുശ്രൂഷ തന്നു, ജോലി തന്നു. ഒന്നിനും ഒരിടത്തും തല കുനിക്കാൻ ദൈവം അവസരം ഉണ്ടാക്കിയില്ല. ദൈവം എന്നെ രാജ്യങ്ങളിലേക്ക് കണക്ട് ചെയ്തു. ഞാനൊരു ദിവസം എൻ്റെ സാക്ഷ്യത്തിന്റെ ഏകദേശം അവസാനത്തില്, എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല, കാരണം ഓരോ ദിവസവും പുതിയ പുതിയ മിറക്കിളുകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു വഴിത്തിരിവിന്റെ സമയമാകുമ്പോൾ ദൈവം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻസ് തരും. ഒന്നുകിൽ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും, സ്വപ്നത്തിൽ നമ്മളോട് സംസാരിക്കും, ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നമ്മളോട് സംസാരിക്കും. ഞാൻ ഭൂരിഭാഗം സമയവും എയറിലായതുകൊണ്ട് എനിക്ക് ഈ ദൈവദാസന്മാരൊക്കെ ഡേറ്റ് ചോദിച്ച് പോയി കാണാൻ പറ്റത്തില്ല. കാരണം അവരുടെ ടൈമും എൻ്റെ ടൈമും കൂടെ മാച്ച് ആവത്തില്ല. എൻ്റെ ഷെഡ്യൂള് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കണം. 24 hours ഓൺ കോളാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് എനിക്ക് ആരെയും കാണാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റുകളിലേക്ക് ദൈവം ദൈവദാസന്മാരെ അയക്കാൻ തുടങ്ങി. അമ്മേ, ഞാൻ ഫ്ലൈ ചെയ്യുന്ന, നിങ്ങളിപ്പം തിരക്കുള്ളൊരു ദൈവദാസനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം.
നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പം നിങ്ങൾക്ക് പുറകെ അപ്പോയിന്റ്മെന്റ് എടുത്ത വേറെ 10 പേര് അവിടെ നിപ്പുണ്ടാവും, അല്ലെങ്കിൽ തിരക്കുള്ള ഒരു മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഇടിച്ചു കയറിച്ചെന്ന് നിങ്ങൾ കണ്ടു 1 സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദൈവദാസന്മാര് വിദേശ യാത്രയ്ക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കഴിഞ്ഞ് വിദേശ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവരെ ആ സ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ആസ് എ ക്രൂ മെമ്പർ ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട്, സർ ഇന്ന ആളല്ലേ, ഒന്ന് ആഫ്റ്റ് ഗാലി വരെ വരാമോ എന്ന് ചോദിക്കുമ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല, ഫോൺ കോൾ വരത്തില്ല. കാരണം 36,000 feet above മീൻ സീ ലെവലാണ്. ഒരു ഫോൺ ശല്യമില്ല, ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ എക്സ്ക്ലൂസീവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ഇന്നത്തെ ഈ വരുന്ന 6-7 മണിക്കൂർ നിങ്ങൾക്ക് സ്വന്തമാണ് അദ്ദേഹം. നിങ്ങൾക്ക് എത്ര നേരം പ്രാർത്ഥിക്കാം. ആമേൻ. ഞാന് അങ്ങനെ ഒരു ഫ്ലൈറ്റില് ഞാൻ പോകുന്ന സമയത്ത് പാസ്റ്റർ KK രഞ്ജിത്ത് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു അന്ന് ദുബായിക്ക് പോവാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടു. പാസ്റ്റർ ഇന്നതുപോലെയാണ്, ഒന്ന് ഗാലി വരെ വരാമോ എന്ന് ചോദിച്ചു. ഗാലി വന്നു, ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഗാലി വെച്ചിട്ട് അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞു, ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് നിനക്കൊരു പ്രൊമോഷൻ വരാൻ പോകുന്നു. അദ്ദേഹം ആ പ്രവചനം എന്നോട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് 3 പ്രൊമോഷൻ വിത്തിൻ നെക്സ്റ്റ് 10 months എന്റെ ലൈഫിൽ സംഭവിച്ചത്. ഞാൻ പോലും മണ്ടടിച്ചു പോയി. ഈസ് ഇറ്റ് റിയലി ഹാപ്പനിങ് ടു മീ? അത് ഒരു പ്രവചനം കൂടെ എന്നോട് പറഞ്ഞു, ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് നീ ഇപ്പോ സഞ്ചരിക്കുന്ന, അപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്ന് മിഡിൽ ഈസ്റ്റും സൗത്ത് ഈസ്റ്റ് ഏഷ്യ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഈ ഭൂഖണ്ഡം വിട്ട്, അപ്പം നമ്മുടെ കോണ്ടിനെന്റ് വിട്ട് ഞാൻ പുറത്തു പോയിട്ടില്ല. ഈ കോണ്ടിനെന്റ് വിട്ട് പുറത്തു പോകുന്ന രീതിയിൽ നീ വേറെ ഫ്ലൈറ്റിനകത്തേക്ക് കയറുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ ജോലി കഴിഞ്ഞിട്ട് എയർ ഇന്ത്യ വിട്ടിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഖത്തറിലോ എമിറേറ്റ്സിലോ ഒക്കെ ക്യാബിൻ ക്രൂ ആയിട്ട് കയറാൻ പോവാണ്. അപ്പോ അതിനുശേഷം അടുത്ത ദൂത് കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഫ്ലൈറ്റ് ക്രൂ ആയിട്ട് ജോലി ചെയ്യുന്ന ടൈം കഴിഞ്ഞു. ഫ്ലൈറ്റ് ക്രൂ ആയിട്ട് ജോലി ചെയ്യുന്ന ടൈം കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് ശുശ്രൂഷ തന്നു, സഭ തന്നു എന്ന് പറഞ്ഞു. മൂവാറ്റുപുഴയില് ലാൻഡ് ഓഫ് ജൂഡ ഗ്ലോബൽ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയിലെ ശുശ്രൂഷകന്മാരിൽ ഒരാളായി തീരാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ ജോജോ ഡാനിയൽ, അദ്ദേഹം ഇതുപോലെ കൊച്ചിയിൽ നിന്ന് ഷാർജയ്ക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് വെച്ചിട്ടാണ് എന്നെ പരിചയപ്പെടുന്നത്. അതുമായിട്ട് എനിക്ക് ഇതിന് ശേഷം അതിനു മുമ്പോ അങ്ങനെ വ്യക്തിപരമായ അടുപ്പമില്ല. ഞാൻ സജിമോൻ പാസ്റ്റർ കൂട്ടത്തിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ സഭയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ വ്യക്തിപരമായ അടുപ്പോ പരിചയമൊന്നുമില്ല. അദ്ദേഹം ഞാൻ ഫ്ലൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്ത് ക്യാബിനിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ആകാശത്തിൽ ഞാനൊരു പ്രവാചകന്റെ ശബ്ദം കേൾക്കുന്നു, ഞങ്ങളുടെ ചർച്ചില് വന്നൊന്ന് ശുശ്രൂഷിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ ചർച്ചുമായിട്ട് കണക്ട് ആകുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് ജോലിക്കിടയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ദൈവം നമ്മളെ ഇങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നമ്മൾ പോലും വിചാരിക്കുന്നില്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ദൈവം കണക്ട് ചെയ്തു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ അധികം പ്രചരിച്ച ഒരു വീഡിയോ ആയിരുന്നു. ഡെന്റ് കെയർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനായ ജോൺ കുര്യാക്കോസ് സാറിന്റെ വീഡിയോ. ഞാനിപ്പോ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ്. അവിടെ ഒരു ഇന്റർനാഷണൽ ഓപ്പറേഷൻസിന്റെ ഹെഡിന്റെ വേക്കൻസി വന്നപ്പോ ആ വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. കർത്താവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു, എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തു. എന്റെ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ദൈവം എന്നെ കണക്ട് ചെയ്ത സ്ഥലങ്ങളുമായിട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി അമേസിങ്. ദൈവം താഴ്ചയിൽ നിന്ന്, കുപ്പയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരുന്ന ദൈവമാണ്. അങ്ങനെയുള്ള സിമിലർ സ്റ്റോറിയുള്ള ആൾക്കാരായിട്ട് ദൈവം നമ്മളെ കണക്ട് ചെയ്യുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇറ്റ് ഈസ് വൺ തിങ് ദാറ്റ് യു ടേക്ക് മണി ഫ്രം യുവർ പോക്കറ്റ് ആൻഡ് ഗോ ടു പ്ലേസസ്. നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് നിങ്ങൾ കാശ് മുടക്കി സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരു കാര്യമാണ്. പക്ഷെ ദൈവം നിങ്ങളെ അയക്കുന്നത്, ദൈവം നിങ്ങളെ മാനിക്കുന്നത്, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മുടക്കില്ലാതെ ദൈവം ഫുൾഫിൽ ചെയ്യുന്നത്. It is a joy to watch. It is a joy to watch. Amen. കർത്താവ് അനുവദിച്ചാൽ ഞാൻ ഒട്ടും അതിശോക്തിയില്ലാതെ വളരെ താഴ്മയോടെ ദൈവസന്നിധി പറയട്ടെ, ദൈവം അനുവദിച്ചാൽ
ഏപ്രിൽ മാസത്തിൽ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവുകയാണ്. അന്ന് കെ രഞ്ജിത്ത് പാസ്റ്റർ എന്നോട് പറഞ്ഞ ആ പ്രവചനം വീണ്ടും അടുത്ത സ്റ്റേജ്, ഈ കോണ്ടിനെന്റ് വിട്ട് നീ സഞ്ചരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് വീണ്ടും ദൈവം ഫുൾഫിൽ ചെയ്യുകയാണ്. ദൈവം വാഗ്ദത്തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വീണ്ടും സാക്ഷ്യം പറയാൻ വിളിച്ചാൽ എനിക്ക് ഒരുപക്ഷെ ഇതിലും അധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടാവും. കാരണം ദൈവം വാഗ്ദത്തം പറഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ്. ഓരോ തവണ ഇതിനെ സ്പെഷ്യൽ ആക്കുന്നത് ഈസ് ദ പ്ലേസ് ഫ്രം വെയർ ഗോഡ് പിക്സ് അസ് അപ്പ്. നമ്മളെ എവിടെ നിന്നാണ് ദൈവം പിക്കപ്പ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ യുനോ ഇറ്റ് ഈസ് സറിയൽ. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതിൽ നിന്ന് അപ്പുറത്താണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഒരു യൂട്യൂബിലോ സൂമിലോ പറയാൻ പറ്റാത്ത 100 കണക്കിന് കാര്യങ്ങൾ, അൾട്രാ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള 100 കണക്കിന് കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ എനിക്ക് പറയാനുണ്ടാവും. കാരണം അതിൽ പലതും എനിക്ക് ഒരു മീഡിയയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം എൻ്റെ ലൈഫിൽ ചെയ്തു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ ദൈവം നടത്തി. ഞാൻ ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്ത് ഇന്ന് രാത്രിയിലത്തെ എൻ്റെ ഈ നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഒരു 1.5 വർഷം മുമ്പ് എൻ്റെ വൈഫും ഞാനും കൂടെ UK NHS എന്ന് പറയുന്ന അവരുടെ ഗവൺമെന്റ് റൺ ആയിട്ടുള്ള ഏജൻസിയുടെ റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് ഒരു ക്വാളിഫൈഡ് സോഷ്യൽ വർക്കറാണ്. അപ്പോൾ സോഷ്യൽ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പൊ ദൈവം ഞങ്ങളോട് രാജ്യങ്ങളിൽ ഞങ്ങളെ അയക്കുമെന്ന് പ്രൊഫസി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഈ പ്രൊഫസി നിറവേറുന്നത് എന്ന് വിചാരിച്ചു. ഞങ്ങളത് അപ്ലൈ ചെയ്തു. ഫൈനൽ റൗണ്ടിൽ അവർ ഞങ്ങളെ റിജക്ട് ചെയ്തു. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി. ഞങ്ങൾക്ക് വിഷമമുണ്ടായി, സങ്കടമുണ്ടായി. ഞാൻ ഡെൻകെയറിൽ ജോയിൻ ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ NHSന്റെ സോഷ്യൽ വർക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന, അവരുടെ മെന്റൽ ഹെൽത്ത് ഹാൻഡിൽ ചെയ്യുന്ന വിങ്ങിന്റെ CEO എനിക്കൊരു മെയിൽ അയച്ചു. സർ, ഞാൻ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്, താങ്കളുടെ ഒരു അപ്പോയിന്റ്മെന്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. പക്ഷെ അവർ അപ്പോയിന്റ്മെന്റ് ചോദിച്ചത് സൺഡേ ആണ്. സൺഡേ ഞാൻ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റത്തില്ലെന്ന് മെയിൽ അയച്ചു. അപ്പൊ എനിക്ക് തിരിച്ചയച്ചു, ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്, ആ സമയത്ത് സൺഡേ അല്ലാത്തൊരു ദിവസം താങ്കളുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു 1.5 വർഷം മുമ്പ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തയാള് ഇന്ന് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു വരിക എന്ന് പറയുമ്പോൾ ക്യാൻ യു ഇമാജിൻ ഹൗ ഫെയ്ത്ത്ഫുൾ ഗോഡ് ഇസ്. നിങ്ങൾ വേദനപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾ ദൈവഹിതത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിച്ചാൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ കാര്യത്തിനും എണ്ണി എണ്ണി മറുപടി പറഞ്ഞു തരാൻ, നിങ്ങളുടെ മുറിവ് ഉണങ്ങുന്ന രീതിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കും. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം, ഈ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് എൻ്റെ മാതാവിന്റെ പ്രാർത്ഥന, എൻ്റെ വൈഫിന്റെ പ്രാർത്ഥന, എൻ്റെ അപ്പയുടെ അമ്മയുടെ പ്രാർത്ഥന, എന്നെ സഹായിച്ച ദൈവദാസന്മാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, സമയത്തും അസമയത്തും എൻ്റെ കൂടെ നിന്നവർ, ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥന വെറുതെ അല്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും മറുപടി ഇല്ലാതെ പോകത്തില്ല. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അന്ത്യത്തോളം നിങ്ങളെ വഴി നടത്താൻ, നിങ്ങളെ ചുമപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് എല്ലാവരും അവസാനിച്ചു. നിന്നെക്കുറിച്ച് ലോകം മുഴുവൻ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് വന്നു. ഇനി നിനക്കൊരു ഉയർച്ചയില്ല, ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ലോകം മുഴുവൻ വിധി എഴുതിയപ്പോൾ ഉയർച്ച തന്നു, നന്മ തന്നു, കരിയർ തന്നു, ശുശ്രൂഷ തന്നു, സഭ തന്നു, കുടുംബജീവിതം തന്നു, ആരോഗ്യം തന്നു, എല്ലാം തന്നു വഴി നടത്തിയ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ എൻ്റെ സാക്ഷ്യത്തെ ഇവിടെ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരം അനുവദിച്ചിരുന്ന ഫിനി പാസ്റ്റർ, ആസാദി ഫാമിലി എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ഈ സന്ദേശം നിങ്ങൾ എപ്പോ കേട്ടാലും ദൈവത്തിന്റെ ഹാൻഡ് ഓഫ് മൈറ്റി ഫേവർ ആൻഡ് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ആമേൻ. പ്ലീസ് ലോർഡ്, നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. നല്ലൊരു എന്താ പറയാ, ഒരു മിറാക്കുലസ്ലി ഒരു ടെസ്റ്റ് മണി കേൾക്കാൻ ദൈവം സഹായിച്ചു.
ഈവൻ ഐ ഗെറ്റ് മോട്ടിവേറ്റഡ്. ഒത്തിരി പേഴ്സണലി എനിക്ക് ഒത്തിരി ടച്ച് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവർക്കും, ഇത് യൂട്യൂബ് ചാനലിൽ വരുമ്പോഴും ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി നമ്മൾ ടെസ്റ്റിമണീസ് കേട്ടു. ഒത്തിരി ദൈവം മിറാക്കുലസ്ലി ദൈവം എങ്ങനെയൊക്കെയാണ് നടത്തിയത് എന്നൊക്കെ ഞാൻ കേട്ടു. സമയം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ ബ്രദർ ബെഞ്ചമിൻ. ലൈക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഒരാളുടെ എല്ലാത്തിനും സീസൺ ഉണ്ടല്ലേ. ലൈക്ക് യു ഹാഡ് എ ബോത്ത് സീസൺ, ടഫ് ടൈംസ് ആൻഡ് എ ഗുഡ് ടൈംസ്. സോ അപ്പൊ നമ്മൾ ദൈവം നമ്മളെ ഉയർത്തുമ്പം അല്ലെങ്കിൽ അതിന്റെ പിറകിൽ നമ്മളൊരു വില കൊടുക്കണം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് മേ ബി ലിറ്റിൽ ബിറ്റ് പേഴ്സണൽ ക്വസ്റ്റ്യൻ, ബട്ട് അത് കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും. സോ ഐ വാണ്ടഡ് ടു ആസ്ക് യു, ലൈക്ക് എന്ത് വിലയായിരുന്നു? ഒന്നില് പ്രെയർ ലൈഫ് ഒത്തിരി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാട്ട് കോസ്റ്റ് യു പേ, അല്ലെങ്കിൽ എന്ത് വിലയായിരിക്കും കൊടുത്തത് ദൈവത്തിന് വേണ്ടി? എല്ലാം ദൈവം ചെയ്ത നന്മകളെ പറ്റി എല്ലാം പറഞ്ഞു, ബട്ട് ഹൗ ഇറ്റ് ഹാപ്പൻ? ലൈക്ക് എന്റെ ബേസിക് ആയിട്ടുള്ള നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സീസണിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ദർ ഇസ് എ സീസൺ വേർ യു ക്യാൻ പ്രേ. ആ സമയത്ത് ശരിക്കും പ്രേയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചില ഭയങ്കര ടഫ് ടൈംസിൽ എൻ്റെ അപ്പച്ചൻ എപ്പോഴും പറയായിരുന്നു, ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയാണ്. അത് ഒരു പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സീസൺ വരുമ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇച്ചിരി വിഡ്രോ ചെയ്യാവുന്ന. പ്രെയർലെസ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷെ ഭയങ്കര സ്ട്രഗിളിലൂടെ പോകുന്ന സമയത്ത് ആ പ്രാർത്ഥനകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു കാര്യം ഫെയ്ത്ത് ആയിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ദൈവം എന്നോട് സംസാരിച്ചു, നീ എയർ ഇന്ത്യയിൽ നീ ഫ്ലൈറ്റിനകത്ത് ജോലി ചെയ്യും. ഞാൻ 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല, പക്ഷെ എൻ്റെ ഫെയ്ത്ത് സ്റ്റോപ്പ് ചെയ്തില്ല. ഞാൻ എവിടെ ആരെ കണ്ടാലും ഞാൻ തിങ്കളാഴ്ച എല്ലാ ഞായറാഴ്ചയും സജിമോഹൻ ബാസിന്റെ ചർച്ചിൽ പോകുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ എറണാകുളത്തുനിന്ന് ട്രെയിനിലോ ബസ്സിലോ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3.5 hours ജേർണി ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ആ സമയത്തൊക്കെ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരോട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്താ ചെയ്യുന്നേ? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എയർ ഇന്ത്യയിൽ ക്യാബിൻ ക്രൂ ആണ്. ഞാൻ അന്നേരം ഈ ആകാശത്തോടെ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടിട്ടേ ഉള്ളൂ, അല്ലാതെ എയർപോർട്ടിൽ പോയി പോലും ഫ്ലൈറ്റ് അടുത്ത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഈ ആൾക്കാരോട് പറയായിരുന്നു എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ ആണ്. അപ്പൊ ആൾക്കാർ പറയും, നമ്പർ തരാമോ? എൻ്റെ ഒരു കസിന് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട്, ക്യാബിൻ ക്രൂ ആകാൻ താല്പര്യമുണ്ട്, സാറിന്റെ നമ്പർ കൊടുക്കട്ടെ? ഞാൻ ധൈര്യമായിട്ട് കൊടുത്ത നമ്പറൊക്കെ കൊടുക്കും. KSRTCയിലെ കണ്ടക്ടർമാർ ഉൾപ്പെടെ നമ്പർ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പറയത്തില്ല, വിശ്വാസത്തിൽ ചിലതിനെ ഗർഭം ധരിക്കുക. പാസ്റ്റർ പോൾ യോങ്ങിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ബി പ്രഗ്നന്റ് വിത്ത് ഫെയ്ത്ത് എന്ന്. അപ്പോ ചിലപ്പോൾ ഒരു കാര്യവും നമ്മുടെ മുമ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ഫ്ലൈറ്റ് നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകുന്നതിന്റെ സ്വരം പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവത്തില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് വി ക്യാൻ പേ ദ പ്രൈസ് ഇൻ പ്രയർ, വി ക്യാൻ പേ ദ പ്രൈസ് ബൈ ബീങ് എ ഫൂൾ ഇൻ ഫെയ്ത്ത്. എല്ലാവരും ചുറ്റും നോക്കുമ്പോൾ ഭ്രാന്തനാണെന്ന് തോന്നും, കളിയാക്കുമായിരിക്കും. പക്ഷെ വിശ്വാസത്തിൽ നമ്മൾ കാര്യങ്ങളെ ഡിക്ലെയർ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഐ ബിലീവ് ഗോഡ് ക്യാൻ ഡു മിറക്കിൾസ് ഫോർ അസ്. നമ്മൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു പൊട്ടനെ പോലെ അത് വിളിച്ചു പറയാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കിട്ടുമോ, അവസരം ലഭിക്കുമോ, കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് ഭാരപ്പെട്ടിരുന്ന സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ എനിക്കുണ്ട്. മമ്മി ജോയിൻ ചെയ്തിട്ടുണ്ട്. മമ്മി ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ പാട്ടിന്റെ വരി നീ എപ്പോഴും ഓർമ്മ വെക്കണം, നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല, നിന്റെ യാത്രയിൽ ഖേദം വരത്തില്ല. ഞാൻ അപകടങ്ങളിൽ ഒരുപാട് തവണ എയർ പോക്കറ്റുകൾ വീണിട്ടുണ്ട്. അടുത്തൂടെ വലിയ എയർക്രാഫ്റ്റ് പോയത് കൊണ്ട് എൻ്റെ എയർക്രാഫ്റ്റ് ചരിഞ്ഞു പോയിട്ടുണ്ട്. there's something called an uncontrollable roll. അതിലേക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഇൻസ്റ്റൻസസ് എൻ്റെ മുമ്പിൽ ആൾക്കാർ മരിച്ചു വീഴുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ ഈ പാട്ടിന്റെ വരികൾ ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു. എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും. ഈ പ്രയർ പിന്നെ ഫെയ്ത്ത്, ഒരു പൊട്ടനെ പോലെ ദൈവം പറഞ്ഞത് കേട്ട് അതിനകത്ത് ഒരു പൊട്ടനെ പോലെ ആക്ട് ചെയ്യാൻ കാണിച്ച മനോഭാവം, എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് വാട്ട് ഗോഡ് ടുക്ക് ഇൻ ടു കൺസിഡറേഷൻ ആൻഡ് കൗണ്ടഡ് ഇറ്റ് ആസ് ബ്ലെസ്സിംഗ്.
താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ്. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്ത പാരൻസിനെ എല്ലാവരെയും ഒന്നും കൂടി ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു, ഞങ്ങളെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ വചനം കേട്ടതുപോലെ, സാക്ഷ്യം കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ഫെയ്ത്ത് ഇന്നത്തെ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ പലപ്പോഴും ദൈവം പറയുന്ന കേൾക്കാറുണ്ട്, വിശ്വസിക്കാറുണ്ട്, പക്ഷെ അത് ഡിക്ലെയർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പലപ്പോഴും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് ഫേസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ദൈവം പ്രാർത്ഥനയാൽ നമ്മൾ പ്രാർത്ഥനയോടെ അതിലേക്ക് നമ്മൾ ധരണം ചെയ്ത് ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ദിവസം ദൈവം പറയുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് ദൈവത്തിന്റെ അനുസരണത്തിനായിട്ട് ആ ഒരു സ്റ്റെപ്പ് വെക്കുവാനൊക്കെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ കേൾക്കുന്ന എല്ലാ യുവജനങ്ങളെയും ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം എല്ലാവരെയും യൂസ് ചെയ്യപ്പെടട്ടെ. പവർഫുൾ ആയിട്ട് വരും ദിവസങ്ങൾ നിങ്ങൾ പലവരും ഇതിനേക്കാളും പവർഫുൾ ആയി ടെസ്റ്റ് മണിയായിട്ട് ഇവിടെ കടന്നു വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ സൂമിൽ ടെസ്റ്റ് മണി ഉണ്ട്. ഇത് ശനിയാഴ്ച യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. എല്ലാവരും കേൾക്കുക. എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.